മന്ത്രോച്ചാരണത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാമെല്ലാമായിട്ടുള്ള സൂക്ഷ്മ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ നമ്മളിവിടേക്ക് അനയിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിവിശിഷ്ടമായിട്ടുള്ള ഈ സത്സംഗത്തില് നമ്മുടെ രാമായണത്തില് പല രീതിയിലുള്ള തത്വ വിചാരങ്ങള്, താത്വികമായിട്ടുള്ള വശങ്ങള് വിശദീകരിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പ്രോഗ്രാമിൽ തുടർച്ചയായിട്ട് പങ്കെടുത്തവർക്കറിയാം, പ്രശസ്ത സൈക്കോളജിസ്റ്റും കൂടിയായിട്ടുള്ള അദ്ദേഹം ആ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വശം കൂടി രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മുടെ ഉള്ളിൽ എങ്ങനെ അവര് നിവസിക്കുന്നു, എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആസുരീയ ശക്തികളെയും ദൈവിക സമ്പത്തിനെയും ഒക്കെ രാമായണമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള ഒരു വലിയൊരു വെട്ടം, ഒരു പ്രകാശം, ജ്ഞാനത്തിന്റെ പ്രകാശം നമ്മളിലേക്ക് ചൊരിഞ്ഞു കണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുരേഷ് സാർ. അദ്ദേഹം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശേഷിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് ഈ നമ്മളെ പ്രാചീനമായിട്ടുള്ള ആചാര്യന്മാരുടെ പല ഗ്രന്ഥങ്ങളെയും ഗുരുവിന്റെ ശിഷ്യത്വത്തിൽ തന്നെ പഠിക്കാനും വിചിന്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറയുകയുണ്ടായി. അതൊക്കെ എന്താണ് പറയാ, ആ ഒരു മഹാ ജന്മാന്തര സുഹൃതം അല്ലാതെ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുക എന്ന് വെച്ചാൽ, എന്നാൽ ആ അവസരങ്ങൾ കിട്ടി പഠിക്കാൻ സാധിച്ചു. ഇവിടെ ആ പരബ്രഹ്മ തത്വത്തിന്റെ സാക്ഷാത്കാര രൂപം കൊടികൊള്ളുന്ന ഈ അവസരത്തില് ഭഗവാൻ ശ്രീ സത്യസായി ബാബ ദേഹം ഉപേക്ഷിച്ച് സൂക്ഷ്മസായി ആയിട്ട് നമ്മുടെ അടുത്ത് ഗുരു രൂപേണ വർത്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ആ പലപ്പോഴും സ്വാമിയുടെ ആ സ്ഥൂലമായിട്ടുള്ള സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹത്തിന് അത് നമുക്ക് പകർന്നു തരാൻ സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജന്മാന്തര സുഹൃതവും ഭഗവാന്റെ ഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു വലിയ ഒരു പുണ്യ അവസരം കൂടി ആണെന്ന് ഈ തരുണത്തിൽ സ്മരിക്കട്ടെ. ആ ഒരു വലിയ അവസരം ഞങ്ങൾക്ക് പകർന്നു തരുന്ന ബഹുമാനപ്പെട്ട സുരേഷ് സാറിനെയും അതിന് അവസരം ഒരുക്കുന്ന ആ സങ്കല്പത്തോടു കൂടി നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ആനന്ദഗുരു സ്വരൂപത്തിലുള്ള ഭഗവാനെയും നമസ്കരിക്കുന്നു. അതോടുകൂടി ഇനിയും നമുക്ക് ആ വാഗ്ധോരണി, ആ തത്വങ്ങള് നമ്മളിലേക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വിചക്ഷണനും അതുപോലെ തന്നെ ആചാര്യനും അതിലുപരി മനഃശാസ്ത്രജ്ഞനും സൈക്കോളജിയുടെ അത്യുന്നത തലങ്ങളിൽ വിരാജിക്കുന്ന അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ ആ ഭാഷണത്തെ, ദിവ്യമായ പ്രവാഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി സുരേഷ് ഏട്ടാ, സായിരാം. ഓം സായിനാഥ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം ഗുരുദേവായ വിദ്മഹേ ആനന്ദദേവായ ധീമഹി തന്നോ ആത്മസായി പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാമെല്ലാമായ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ശതകോടി പ്രണാമം.
കലിയുഗത്തിൽ ഒരു അവതാര മഹിമയുടെ മഹത്തരമായ 2-ാം അധ്യായം അനുഭവവേദ്യമാക്കി തരാൻ വേണ്ടി സ്വശരീരം ഭഗവാന് സമർപ്പിച്ച ആനന്ദഗുരുവിന്റെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ 4 ആഴ്ചകളായി ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അവതാര മഹിമയെ ഭഗവാൻ തന്റെ സ്ഥൂല ശരീരത്തില് പുട്ടപ്പുറത്തില് വിരാജിച്ച കാലത്ത് എങ്ങനെയാണോ അതിന്റെ തത്വങ്ങളെ പല അവസരങ്ങളിലായി സമൂഹത്തിന് പകർന്നു നൽകിയത്, അതിന്റെ ഒരു ക്രോഡീകരിച്ച രൂപം പറയാനായിക്കൊണ്ട് ഭഗവാനാൽ സങ്കല്പിക്കപ്പെടുകയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വ്യാസപീഠത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യവും നിയോഗവും ഉണ്ടാവുകയും ചെയ്തതും ഭാഗവത്വന്മാരായിട്ടുള്ള വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നല്ല ജിജ്ഞാസുക്കളുടെ അല്ലെങ്കിൽ മുമുക്ഷക്കളുടെ ഒരു വേദി ഭഗവാൻ തന്നെ ഒരുക്കി തന്നതും അത്യന്തം ധന്യവും അത്യന്തം പരമാനന്ദം നൽകുന്നതുമാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രവണയജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗവതോത്മന്മാരുടെയും പാതാരവിന്ദങ്ങളിൽ പ്രണമിക്കുന്നു. 4 ആഴ്ചകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക്, ഒരു യജ്ഞത്തിനാണ് നമ്മൾ തിരികൊളുത്തിയത്. ഇന്നത്തോടുകൂടി ആ യജ്ഞം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് അല്പം നേരത്തെ 7:30 തന്നെ ഇന്ന് നമ്മൾ ഈ പരിപാടി ആരംഭിക്കാൻ ആഗ്രഹിച്ചത്. കാരണം ഇന്ന് ഇതൊന്ന് ക്രോഡീകരിച്ച് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ജ്ഞാനം എവിടെയും തൊടാത്ത ഒന്നായി മാറരുത് എന്ന് കരുതിയിട്ടാണ് അല്പം നേരത്തെ ആരംഭിക്കുന്നത്. 2, സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകും. ഭഗവാന്റെ വാക്കുകൾ നമ്മൾക്ക് എൻ്റെ വാക്കുകളെക്കാൾ മഹത്തരവും ആധ്യാത്മികത ഏറെ പ്രസരിപ്പിക്കുന്നതുമായിട്ടുള്ള വാക്കുകൾ കേൾക്കാനായിരിക്കാം കൂടുതൽ നമ്മൾക്ക് താല്പര്യം. അതിനും കൂടി അവസരം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊന്ന് മൊത്തം ഒന്ന് സംഗ്രഹിക്കാം ഒരു 10 മിനിറ്റ് കൊണ്ട്. അതിനുശേഷം നമ്മൾ രാമായണത്തിന്റെ തുടക്കവും ഒടുക്കവും തമ്മിലൊന്ന് കണക്ട് ചെയ്തിട്ട് ദ ഫിലോസഫി ഓഫ് രാമായണം നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ രാമായണം ഒരു ജീവന്റെ യാത്രയാണ്. ഞാനും നിങ്ങളുമാണ് ആ ജീവൻ, അല്ലെങ്കിൽ ഭൂമിയിലുള്ള അസംഖ്യം ജീവന്മാരാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് എത്രയോ തവണ നമ്മൾ യാത്ര ചെയ്തു, പക്ഷെ നമുക്ക് സ്മൃതിയില്ല. ഇതിനു മുമ്പ് നമ്മുടെ ഈ ശരീരത്തിൽ വരുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ആത്മാവ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ജീവൻ, നമുക്ക് അങ്ങനെ പറയാം, ഈ ജീവൻ ആത്മാവിനെ തൽക്കാലം മാറ്റിവെക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ജീവനായി തുടിക്കുന്ന ആ ജീവൻ ഇതിനു മുമ്പ് അനവധി ജന്മങ്ങളിൽ അനവധി ദേഹങ്ങളിലൂടെ ഈ യാത്രകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്മൃതിയില്ല. ഇപ്പൊ സ്മൃതിയോടുകൂടി ഇരിക്കുന്ന ഒരു ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ജീവന്റെ യാത്ര എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകരുത്, ആ ജീവന് ഈ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യം എന്തായിരിക്കണം, അത് വളരെ പ്രസക്തമാണ്. ലക്ഷ്യം അതില്ലാത്തതാണ് ഇന്നത്തെ സൊസൈറ്റിക്ക്, ഇന്നത്തെ എന്നല്ല എക്കാലത്തെയും സൊസൈറ്റിയുടെ പ്രശ്നം. എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഉത്തരമില്ല. എന്താണ് ജീവിതത്തിന്റെ, എന്തൊരർത്ഥമാണ് ജീവിതം, എന്താണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യു ബീയിങ് ഹിയർ ഇൻ ദിസ് യൂണിവേഴ്സ് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പലർക്കും പല ലക്ഷ്യങ്ങളാണ്. എന്നാൽ ലക്ഷ്യങ്ങൾ എന്ന ശബ്ദത്തിനോട് നീതിയില്ല. അത് സിംഗുലർ ആണ്, അത് പ്ലൂറൽ അല്ല. ലക്ഷ്യമേ ഉള്ളൂ, ലക്ഷ്യങ്ങളില്ല. അപ്പോൾ ആ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ജന്മവും വേസ്റ്റായി, അടുത്ത ജന്മത്തിലേക്ക് പോകേണ്ടി വരും. പുനരഭിജനനം, പുനരഭിമരണം. അപ്പോൾ രാമായണം എന്ന് പറയുന്ന ഇതിഹാസം ഈ ജീവന്റെ യാത്രയെ കാണിക്കുന്നത് മാത്രമല്ല, ഈ ജീവന്റെ യാത്രയുടെ പരമമായ ലക്ഷ്യം എന്താണ്, വേർ ഡു വി വാണ്ട് ടു കൾമിനേറ്റ് എന്ന് കൃത്യമായി നിർവചിക്കുന്നു. അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം തന്നെ. ആ ലക്ഷ്യമാണ്. അപ്പോൾ ജീവൻ എവിടുന്ന് ആരംഭിച്ചു? നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു, ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് നിലാവ് വഴി വൃക്ഷങ്ങളിലേക്ക് വന്നു, ഫലമൂലാദികളിൽ വന്ന് പുംബീജത്തിൽ വന്നു. അത് അച്ഛന്റെ ശരീരത്തിൽ നിന്നത് അമ്മയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. രണ്ടവുമായി ആ പുംബീജം സംയോജിച്ചു, അത് ജീവനായി മാറി. അപ്പൊ അതിനൊരു ശരീരം നമുക്ക് കിട്ടി. അഥവാ ജീവൻ ഭൂമിയിൽ ആവിർഭവിച്ചു. പച്ചയ്ക്ക് പറഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ചു. അവിടുന്നാണ് രാമായണം ആരംഭിക്കുന്നത്. ബാലനായി മാറി നമ്മൾ. ആദ്യം ബാലകാണ്ഡത്തിൽ തുടങ്ങുകയാണ്. ബാലനായപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളൊക്കെ ജനിച്ചു. ജനിക്കുമ്പോ തന്നെ നമ്മൾ വെറുതെ വന്നതല്ല, ദശരഥന്മാരായിട്ട് വന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാകുന്ന 10 ഇന്ദ്രിയങ്ങളോടൊപ്പം ആണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ദശരഥൻ തന്നെയാണ്.
പക്ഷെ ആ ദശരഥൻ ഭൂമിയിൽ വരുന്ന സമയത്ത് തന്നെ, ഞാനും നിങ്ങളുമാകുന്ന ദശരഥൻ ഭൂമിയിൽ വരുന്ന നിമിഷം തന്നെ, ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം, നമ്മൾ ഈ പ്രകൃതിയിലേക്കാണ് പിറന്നു വീണത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രകൃതിയുടെ 3 ഗുണങ്ങളായ സത്വരജതമോ ഗുണങ്ങളെ നമ്മൾ വരിക്കേണ്ടതുണ്ട്. നമുക്കത് വരിക്കാതെ നിവൃത്തിയില്ല, അതിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് 3 ഭാര്യമാര്, കൗസല്യ, കൈകേയി, സുമിത്ര എന്ന 3 ഭാര്യമാര് സത്വരജതമോ ഗുണങ്ങളാണ്. അപ്പോൾ ഏതൊരു ജീവനും ഈ ഭൂമിയിൽ ജന്മമെടുത്താൽ അവൻ 10 ഇന്ദ്രിയങ്ങളോടുകൂടി 10 രഥങ്ങളോടുകൂടി ഉണ്ടാകുമെന്നും അവന് 3 ഭാര്യമാരായിട്ടുള്ള സത്വരജതമോ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് തർക്കമില്ല. അതിന് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല. അങ്ങനെ വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാ പിന്നെ സംഭവിക്കുന്നത്? അവൻ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവന്റെ മുമ്പിൽ ആകെയുള്ള പ്രശ്നം ദുഃഖം മാത്രമാണ്. അവന് ദുഃഖമാണ്. അപ്പോൾ എന്താണ് ഈ ദുഃഖത്തിന് കാരണം? ശാസ്ത്രങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നു എന്താണ് ഈ ദുഃഖത്തിന് കാരണം എന്ന് വെച്ചപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണമെന്ന്. അപ്പോൾ അജ്ഞാനം എന്ന് പറയുന്നത് മാറ്റി വെക്കണമെങ്കിൽ എന്ത് വേണം? അത് ഇല്ലാണ്ടാക്കി ഈ എന്താ പറയാ, ദുഃഖ നിവൃത്തിക്ക് സുഖം എന്ന് പറയും. ദുഃഖം ഇല്ലാണ്ടായ സുഖം ഉണ്ടാവും. അപ്പൊ ദുഃഖം ഇല്ലാണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭൗതികമായ ഒന്നും കൊണ്ട് തന്നെ ഈ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അത് ദുഃഖത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ജന്മത്തോട് അല്ലെങ്കിൽ ഒരു ജീവനോട് പറയുകയാണ്, നീ ഇതിനു മുമ്പ് എത്ര തവണ ജനിച്ചു, എൻഡ് ഓഫ് ദ ഡേ നിനക്ക് എന്താ ഉണ്ടായത്? ദുഃഖം മാത്രം. അനിരുദ്ധ ജഡ ദുഃഖ സ്വരൂപത്തോടു കൂടി നീ ജനിച്ചു. ആ സ്വരൂപത്തോടു കൂടി തന്നെ നീ മരിക്കുകയാണ്. എന്നാൽ നീ ഇതാണോ? നീ ആനന്ദ സ്വരൂപമല്ലേ? ഇതൊന്നും ഇതിനു മുമ്പ് ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് ചോദിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അപ്പോൾ എന്താണ് ദുഃഖ നിവൃത്തി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? പുരുഷാർത്ഥങ്ങൾ വേണം. അതുകൊണ്ടാണ് എന്താണ് ദുഃഖത്തിന് കാരണം എന്ന് വെച്ചപ്പോൾ പുരുഷാർത്ഥങ്ങൾ ഇല്ലാത്തതാണ്. എന്ന് വെച്ചാൽ മക്കളില്ല എന്നർത്ഥം, പുത്രന്മാരില്ല എന്നർത്ഥം. അങ്ങനെയാണ് പുത്രന്മാർ ഉണ്ടാവണമെങ്കിൽ 4 പുത്രന്മാർ വേണം, എന്നാലേ ആ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മളാകുന്ന ജീവൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ജന്മം കൊണ്ട് തന്നെങ്കിലും നമ്മൾ മുക്തി നേടണമെങ്കിൽ ആദ്യം സ്വീകരിക്കേണ്ടത് പുരുഷാർത്ഥങ്ങളെയാണ്. അതാണ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാകുന്ന 4 മക്കളെ ഉണ്ടാകണം എന്ന ആഗ്രഹം ഉണ്ടായി. പക്ഷെ ചുമ്മാ ഉണ്ടാവില്ല. 4 മക്കളെ അങ്ങനെ എളുപ്പത്തിലൊന്നും ഉണ്ടാവില്ല. അതിനാകെ വേണ്ടത് പുത്രകാമ ഇഷ്ടി നടത്തുകയാണ്. എന്ന് വെച്ചാൽ പുത്രന്മാർ ഉണ്ടാകണമെന്ന കാമത്തോടുകൂടി ഇഷ്ടി നടത്തണം. പുത്രകാമ ഇഷ്ടി എന്ന് വെച്ചാൽ പുരുഷാർത്ഥങ്ങൾ എനിക്ക് ലഭിക്കണം എന്ന മോഹത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? സാധന അനുഷ്ഠിക്കണം, അഥവാ ധ്യാനം ചെയ്യണം. ധ്യാനം അകത്തേക്കാണ്, പുറത്തേക്കല്ല. പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത്. അതിനെയാണ് എന്താ പറയാ, പുത്രകാമ ഇഷ്ടി എന്ന് പറഞ്ഞത്. അതിലൂടെ നാം എന്ത് ചെയ്യണം? 4 പുത്രന്മാരെ സ്വീകരിക്കണം. അവിടെ ആരംഭിക്കുകയാണ് ഈ ഒരു ജന്മം, അതിന്റെ ലക്ഷ്യം നേടാനുള്ള യാത്ര. എന്ത് കൃത്യമാണ് ബാലകാണ്ഡം എന്ന് പറയാമോ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഭൗതികമായ വിദ്യാഭ്യാസം നേടണം. എന്നിട്ട് നിങ്ങൾക്ക് 2 അറിവുകൾ ഉണ്ടാകണം. അത് ബലയും അതിബലയുമാണ്. ഭൗതികമായി എങ്ങനെ ജീവിക്കണം, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതിക ലോകത്തിൻ്റെതായ രീതിയിൽ എങ്ങനെ ജീവിക്കണം, അതാണ് ഇന്ന് പലർക്കും അറിയാത്തത്. ആധ്യാത്മിക ജീവിതം ഒപ്പത്തിനൊപ്പം വേണം, രണ്ടും കൂടെ വേണം. ഇവിടെ രസകരമായൊരു സംഭവം, ഒരുപക്ഷെ ഭഗവാൻ സത്യസായിബാബയിൽ നിന്നായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് കേട്ടിട്ടുണ്ടാവുക. സ്വാമി ഒരിക്കലും 24 മണിക്കൂറും ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഭഗവാൻ പറഞ്ഞു ഭൗതികത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മിക ജീവിതം. അതുകൊണ്ടാണ് സ്വാമി സന്യാസം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പുട്ടപ്പർത്തിയില് നമ്മളോട് ആരോട് ഭഗവാൻ സന്യാസം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാ? സന്യാസം കാമ്യാനാം കർമ്മണാം ന്യാസം ഇത് സന്യാസം. കാമ്യകർമ്മങ്ങളെ നിങ്ങൾ ന്യസിച്ചുകൊണ്ട് ഭൗതികത്തിൽ ജീവിക്കൂ, ഇവിടെ തന്നെ ജീവിക്കൂ, ഇവിടുത്തെ എല്ലാ കോലാഹലങ്ങൾക്കിടയിൽ ജീവിക്കൂ. പക്ഷെ എല്ലാത്തിലും നസിക്കൂ. അവർ രണ്ടുമുണ്ട്, 2 ചിറകുകൾ. ആ 2 ചിറകുകളോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ നമ്മളെ ഭഗവാൻ പ്രാപ്തരാക്കി എന്നുള്ളതാണ് ഭഗവാന്റെ അവതാരത്തിന്റെ മഹിമ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ എന്താ പറയാ, ബലയും അതിബലയും. ആ ബലയും അതിബലയും കരസ്ഥമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിശ്വാമിത്രനെ കാണുകയാണ്. വിശ്വത്തിന്റെ മിത്രമായി മാറണം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകണം, സഞ്ചരിക്കണം, ജീവിതത്തിലേക്ക് മുന്നോട്ട് മുന്നേറണം. അപ്പൊ നോക്കൂ, ആ മുന്നേറുക എന്നുള്ളതാണ് ബാലകാണ്ഡത്തിന്റെ ഒരു മിഡിൽ പോർഷൻ നമുക്ക് തരുന്ന സന്ദേശം. അവിടെ നമുക്ക് ആവശ്യത്തിന് അറിവ് വേണം. അതാണ് യോഗവാസിഷ്ഠത്തിലൂടെ വസിഷ്ഠനും രാമനും തമ്മിൽ ഉണ്ടാക്കുന്നത്. നീ ഇതൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോ നല്ല അറിവ് വേണം, ജ്ഞാനം വേണം. അത് കഴിഞ്ഞ് മുന്നോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ആ ജ്ഞാനം യോഗവാസിഷ്ഠം ഉണ്ടായത് കൊണ്ടാണ് രാമൻ ലക്ഷ്മണനോടൊപ്പം കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ താടക പിടിക്കാൻ വരുമ്പോൾ താടകയെ നിഗ്രഹിക്കാൻ പറ്റുന്നത്. ആ അറിവില്ലായിരുന്നെങ്കിൽ ആഗ്രഹമാകുന്ന താടക രാമനെ പിടിച്ച് തിന്നേനെ.
അപ്പോൾ ഞാനും നിങ്ങളുമാകുന്ന വ്യക്തി ഭൂമിയിൽ ജീവിതം ആരംഭിക്കുമ്പോൾ മുൻകൂട്ടി മനസ്സിലാക്കുക, അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ആഗ്രഹങ്ങളാകുന്ന താടകമാർ കാത്തിരിക്കുന്നു, നിങ്ങളെ ഒന്നാകെ വിഴുങ്ങാനായിക്കൊണ്ട് കാത്തിരിക്കുന്നു. അതെല്ലാം നിങ്ങൾക്ക് ചുറ്റും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. കണ്ണിൽ കണ്ടതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് തോന്നലുണ്ടാവും. ആ ആഗ്രഹങ്ങളാകുന്ന താടകമാർക്ക് 2 മക്കൾ ഉണ്ടായിരിക്കും. ഒരാൾ സുഖമാകുന്ന മാരീചനും ദുഃഖമാകുന്ന സുബാഹുവും മക്കളായിട്ടുണ്ടാകും. അപ്പോൾ സുഖദുഃഖങ്ങൾ എന്താണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ഒരാൾ ജീവിക്കാൻ പോയാലോ അയാളുടെ ജീവിതം ധന്യമാകും. ഇന്ന് നമ്മുടെ ജീവിതം എന്തുകൊണ്ട് ധന്യമല്ല എന്ന് ചോദിച്ചാൽ സുഖദുഃഖങ്ങൾ എന്താണെന്നറിയില്ല. മാരീചനും സുബാഹുവും എവിടുന്നാ വന്നതെന്ന് അറിയില്ല, ആരുടെ മക്കളാന്നറിയില്ല. ആ മാരീച സുബാഹുമാര് താടകയുടെ മക്കളാണ്. ആഗ്രഹങ്ങളിൽ നിന്നാണ് ഈ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കുക, അതാണ് സുബാഹുവിനെ നിഗ്രഹിക്കുന്നത്. എന്നിട്ട് മാരീചനെ സ്വതന്ത്രമാക്കണം, സുഖത്തെ എപ്പോഴും സ്വതന്ത്രമാക്കണം. അങ്ങനെ സ്വതന്ത്രമാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ആ ധ്യാനം പൂർത്തിയാകും. അതാണ് വിശ്വാമിത്രന്റെ യാഗപൂർത്തി എന്ന് പറയുന്നത്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കണം. എത്ര ധ്യാനം ചെയ്താലും എത്ര സാധന ചെയ്താലും കാമം വഴിയിൽ എവിടെയോ കാത്തിരിക്കുന്നുണ്ട്, അഹല്യയുടെ രൂപത്തിൽ. ആ കാമത്തെ മോചിപ്പിക്കണം. കാമത്തെ മോചിപ്പിച്ചേ പറ്റൂ, കാരണം കാമത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ആ കാമത്തെ ഇല്ലാണ്ടാക്കണമെങ്കിൽ മോചിപ്പിക്കാൻ എന്ത് വേണം? രാമനാമത്തിലൂടെ മാത്രമേ കാമത്തെ നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാമം ഉണ്ടാകും കൂടെ, കാമമില്ലാണ്ട് ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ആ കാമം തന്നെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ രാമൻ കൂടെ വേണം. അങ്ങനെ ഒരു നേട്ടവും കൂടി നേടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കും. ഈ ജന്മം ഇത്രയും കാലം 84 ലക്ഷം തവണ അനവധി ശരീരങ്ങളിലൂടെ കടന്നു വന്ന നിങ്ങളുടെ ഈ ജീവൻ ഉണ്ടല്ലോ, ആ ജീവൻ ഇനിയെങ്കിലും പുനർജനിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു വിദ്യ സ്വന്തമാക്കണം. അതിന്റെ പേര് ബ്രഹ്മവിദ്യ എന്നാണ്. ആ ബ്രഹ്മവിദ്യ ഇരിക്കുന്നത് വിദേഹം എന്ന് പറയുന്ന രാജ്യത്താണ്. അതിന്റെ മറ്റൊരു പേരാണ് മിഥില. അവിടെ ഇരിക്കുന്ന ബ്രഹ്മവിദ്യയുടെ പേരാണ് സീത എന്ന് പറയുന്നത്. അവൾ രാമനാകുന്ന ഞാനും നിങ്ങളുമാകുന്ന ജീവൻ സഞ്ചരിക്കേണ്ടത് ആ ബ്രഹ്മവിദ്യ സ്വന്തമാക്കാനാണ്. ഇതിനു മുമ്പുള്ള ജന്മങ്ങളിലൊന്നും നമ്മൾ ഇത് സ്വന്തമാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിരുന്നിപ്പോ ജനിക്കില്ലായിരുന്നു. ഇതിനുമ്പൊക്കെ നമ്മൾ മറ്റു പലതും സ്വന്തമാക്കി. കാറും ബംഗ്ലാവും വീടും കോപ്പും കുടച്ചക്കറും ഒക്കെ സ്വന്തമാക്കി. അതുകൊണ്ട് എന്തുണ്ടായി? നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വന്നു. ആഗ്രഹങ്ങളുടെ പൂർത്തികൾക്കായിക്കൊണ്ട് വീണ്ടും വീണ്ടും ജനിപ്പിക്കേണ്ടി വന്നു. വീണ്ടും വീണ്ടും കർമ്മങ്ങളുടെ ഫലങ്ങൾ. അതുവഴി ഇങ്ങനെ ഈ ജീവൻ ഇങ്ങനെ സഞ്ചരിച്ച് മടുത്തിരിക്കുന്നു. ഇനിയെങ്കിലും ഈ ജീവനെ മോചിപ്പിച്ചേ പറ്റൂ, ആത്മസാക്ഷാത്കാരം കൊടുത്തേ പറ്റൂ. അതിനെന്ത് വേണം? ബ്രഹ്മവിദ്യ സ്വന്തമാക്കണം, സീതയെ സ്വന്തമാക്കണം. ആ ബ്രഹ്മവിദ്യ ഇരിക്കുന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ പേര് വിദേഹം എന്നാണ്. ദേഹബോധം നശിച്ചാലേ നമുക്കത് കിട്ടുകയുള്ളൂ. ദേഹബോധം ഉള്ളിടത്തോളം കാലം ആ ബ്രഹ്മവിദ്യയെ സ്വന്തമാക്കാൻ പറ്റില്ല. നോക്കൂ, ഇതെല്ലാം നമ്മുടെ അകത്ത് നടക്കുന്നു. അങ്ങനെ വിദേഹ രാജ്യത്ത് ചെല്ലുന്നു, ആ ബ്രഹ്മവിദ്യയെ കാണുന്നു, പക്ഷെ സ്വന്തമാക്കാൻ പറ്റണില്ല. ഇപ്പൊ നമ്മളൊക്കെ ബ്രഹ്മവിദ്യ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും, ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും, നമ്മൾ ഇത്രയും കാലത്തെ ജന്മത്തിൽ നിന്ന് എടുത്തു നോക്കി, എന്നും ഏത് നിമിഷവും നമ്മൾ ബ്രഹ്മവിദ്യയെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് സ്വന്തമാക്കാൻ പറ്റണില്ല. കാരണം എന്താ? അവിടെ ഒരു തടസ്സം വെച്ചിട്ടുണ്ട്, വില്ല്. ആ വില്ല് എന്ന് പറയുന്നത് എന്താണ്? അഹങ്കാരമാണ്. അവിടെ പലപ്പോഴും ഞാനെന്ന ഒരു ഭാവം, അഹങ്കാരവും മമകാരവും, അത് നമ്മൾ സംസാരിക്കാൻ പോണു. അപ്പോൾ ഈ ഞാനെന്ന വിചാരമുള്ള വില്ല് അവിടെ ഉള്ളിടത്തോളം കാലം ഇത് സ്വന്തമാക്കാൻ പറ്റില്ല. ഇനി എന്ത് വേണം? ആ വില്ല് കൊലച്ച് പൊട്ടിക്കുക. ഒരു നിവൃത്തിയില്ല. അഹങ്കാരമൊക്കെ പൊട്ടിച്ചെറിയുക. ഞാനില്ല, ഞാനെന്ന ആ ഭാവം ഇല്ലാതായി കഴിഞ്ഞു. അഖിലം ഞാനെന്ന ഭാവം വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നാൽ സീതാരാമന് സ്വന്തം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബ്രഹ്മവിദ്യ കരസ്ഥമാക്കി നിങ്ങൾ അഹങ്കരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് ഇന്ന് വളരെ വിശദമായി ഞാൻ സംസാരിക്കാൻ പോവാം. അതായത് ഇതൊക്കെ കിട്ടിയിട്ടും എന്താ വീണ്ടും ഇത് നഷ്ടപ്പെടുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഇന്ന് കണ്ടെത്താൻ പോവുക. കഴിഞ്ഞ ദിവസം എനിക്കൊരു ചോദ്യം വന്നു. ഈ ബ്രഹ്മവിദ്യ സ്വന്തമാക്കലാണല്ലോ ഏറ്റവും വലിയ പണി. ബ്രഹ്മവിദ്യ നേടിയ മോക്ഷസ്വരൂപനാവനായി, എന്നിട്ടും എന്താ വീണ്ടും ഇതൊക്കെ സംഭവിച്ചത്? അതിന്റെ ഉത്തരം എന്ന് പറയാം. അതിന്റെ ഉത്തരം എന്ന് കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പരശുരാമൻ വഴിയിൽ വരും. കാരണം എന്താ? ദ്വൈതഭാവം അപ്പോഴും ബാക്കിയുണ്ടാവും. ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാവും. അതും കൂടി ഇല്ലാണ്ടിയാക്കിയാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ആ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷമാണ് ശാന്തിയിലെത്തുമ്പോഴാണ് അയോധ്യയിലേക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പൊ അയോധ്യയിൽ തിരിച്ചെത്തുക എന്ന് പറയുമ്പോൾ വീണ്ടും മനസ്സ് ശാന്തമായി. ഈ ശാന്തി, മനസ്സിന്റെ ശാന്തി, അതിന് തന്നെയാണ് മോക്ഷം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രിയിൽ സുഖമായ സുഷുപ്തിയിൽ നമ്മൾ മോക്ഷം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഒന്നും അറിയുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള ഒന്നും തന്നെ, വിക്ഷേപങ്ങളൊക്കെ അടങ്ങി, ഒന്നും സംഭവിക്കുന്നില്ല. എന്തൊരു പരമാനന്ദത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് അറിയാമോ? ആ മനസ്സ് അതിന്റെ സമാധി അവസ്ഥയിൽ ദിവസം ഇരിക്കുന്നുണ്ട്. പക്ഷെ ഉണർന്നാ കഴിഞ്ഞു. നേരം വിളിച്ചായ വീണ്ടും ഈ വിക്ഷേപങ്ങളും ആവരണങ്ങളും ഒക്കെ വന്ന് നമ്മളെ മൂടി നമുക്ക് ഈ ബോധം നഷ്ടപ്പെടുകയാണ്.
അപ്പൊ അതുപോലെ മനസ്സടങ്ങി അവിടെ ഇരുന്നു. പക്ഷെ അങ്ങനെ അടങ്ങി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. വാസനകൾ, കർമ്മവാസനകൾ, നാം ഇതിനു മുമ്പ് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ വാസനകൾ മന്ദരമാരുടെ രൂപത്തിൽ പുറത്തു വരും. അവരൊളിഞ്ഞും പാത്തും വരും, അന്വേഷിക്കും, കുത്തിയിളക്കും. അകത്ത് സ്വസ്ഥമായി ശാന്തമായിരുന്ന വിവേകത്തെ കുത്തിയിളക്കി അവിവേകിയാക്കി മാറ്റി കൈകേയിയാക്കി മാറ്റും. പിന്നെ ചോദിക്കണം പറയണതിന് യാതൊരു ഉത്തരവും ഉണ്ടാവില്ല. പിന്നെ ഒരു വഴിയില്ല. അപ്പൊ മനസ്സിലായി ഇതെല്ലാം താളം തെറ്റി. പ്രാരാബ്ധം അത് കൂടെ ഉണ്ടാവും. പ്രാരാബ്ധം അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ ഈശ്വരൻ പോലും മനുഷ്യനായി അവതരിച്ചാൽ പ്രാരാബ്ധം അനുഭവിച്ചേ പറ്റൂ. അതാണ്, പ്രാരാബ്ധം അനുഭവിച്ചേ പറ്റൂ, ഒരു നിവൃത്തിയില്ല. എല്ലാവരും, ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രാരാബ്ധം അനുഭവിച്ചു, പ്രാരാബ്ധം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വേടന്റെ അമ്പൊക്കെ കൊള്ളേണ്ടി വന്നത്. അപ്പോ ബാലിയുടെ 2ാം ജന്മമാണ് ആ വേടൻ. ബാലിയാണ് ആ വേടനായിട്ട് വന്നിട്ട് കൃഷ്ണനെ ആ കാലിന്റെ എന്താ പറയാ വെള്ളയില് അമ്പെയ്ത് തന്റെ ആ പൂർവ്വ അത് തീർക്കുന്നത്. ഇതൊക്കെ ബാധകമാണ്. ശരീരമുണ്ടോ? ശരീരം ഉണ്ടെങ്കിൽ കർമ്മം ബാധകമാണ്. കർമ്മത്തിന്റെ ഫലം ആർക്കൊക്കെയാ ബാധകം? ശരീരം, മനസ്സ്, ബുദ്ധി, 3 മാത്രം. വേറെ ആർക്കും ബാധകമല്ല. അതാണ് നമ്മുടെ ഭാഗവതത്തിന്റെ എസൻസ് തന്നെ അതാ. ഭാഗവത പുരാണത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് അവിടെയാണ്. എന്താണ് ഭാഗവത പുരാണത്തിന്റെ എസൻസ്? ഈ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചു. കാരണം ഇത് പറയുമ്പോൾ ഭാഗവതം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഭാഗവതത്തില് പരീക്ഷത്തിന് പാമ്പ് കൊത്തി മരിക്കും 7 ദിവസം കഴിഞ്ഞാൽ. അപ്പോ അത് ഇല്ലാണ്ടാക്കാൻ വഴിയുണ്ടോ? ആ വഴിയാണ് ശുകബ്രഹ്മർഷി. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പരീക്ഷിത്ത് ഈ ശാപമേറ്റ സമയത്ത് എനിക്കിതിന്നൊരു മോചനമില്ലേ എന്ന് ചോദിച്ച് അലറി വിളിച്ച് കരയുന്ന രംഗം ഭാഗവതം പറയുന്നുണ്ട്. ആ സമയത്ത് ആകാശത്ത് സമാധിയായി അശരീരിയായിട്ട് പ്രകാശരൂപിയായി സഞ്ചരിക്കുന്ന ശുകബ്രഹ്മർഷി ഇത് കേൾക്കുകയാണ്. അത് എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല. അത് നമ്മൾ ഒന്ന് പഠിക്കുന്നതല്ലതാ. അതായത് വ്യാസന്റെ പുത്രനായ ശ്രീ ശുഗൻ സമാധിയായി, അദ്ദേഹം സമാധിസ്ഥനായിട്ട് ദേഹമൊക്കെ ഉപേക്ഷിച്ചു. ഏതുപോലെ ഭഗവാൻ സത്യസായി ബാബ എപ്രകാരമാണോ തന്റെ ശരീരം ഉപേക്ഷിച്ചത് അതുപോലെ സമാധിസ്ഥനായിട്ട് ഉപേക്ഷിച്ചു. എന്നിട്ടോ പ്രകാശരൂപിയായിക്കൊണ്ട് ആകാശത്ത് സഞ്ചരിക്കുക. അതെല്ലാവർക്കും കാണുന്നില്ല. അതാണ് സൂക്ഷ്മഭാവം എന്ന് പറയുന്നത്. ഇവിടെ പലരും ചോദിക്കാറുണ്ടല്ലോ, സൂക്ഷ്മത്തിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് വല്ല പ്രമാണങ്ങളുണ്ടോ? ഇവിടെ സൂക്ഷ്മത്തെ കുറിച്ച് വേറെ ഏതെങ്കിലും ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്നാ ഈ ഭാഗവതം 24 മണിക്കൂറും പ്രസംഗിച്ച് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം ഭാഗവതം പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, ഭാഗവതം പഠിക്കണ്ടേ. ഞാനിത് വല്ലാതെ പറയാൻ കാരണം, ഭാഗവതം പ്രസംഗിക്കുന്ന ആളാണ് 24 മണിക്കൂറും കേരളത്തിൽ സൂക്ഷ്മ സത്യസായിയെ വല്ലാണ്ട് വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിമർശനത്തിന് മറുപടിയായിട്ട് കൂടി പറയുന്നത്. ഭാഗവതത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് അതാണ്. സൂക്ഷ്മമായ ഭാവത്തിലാണ് അവിടെ ആര് വരുന്നത്? നമ്മുടെ ശുകബ്രഹ്മർഷി വരുന്നത്. അദ്ദേഹം സമാധിസ്ഥനായി കഴിഞ്ഞിട്ടാണ് ഈ ഭാഗവതം ഉപദേശിക്കാൻ വരുന്നത്. അപ്പൊ ഭാഗവതത്തെ ശരിക്കും ഇൻ ഡെപ്ത് പഠിക്കുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എന്തുണ്ടായി? 7ാം ദിവസം കറക്റ്റ് തക്ഷകം വന്ന് കൊത്തി. പക്ഷെ ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ 3 സ്കന്ധം എന്താ പഠിപ്പിക്കുന്നതെന്നറിയാമോ? പരീക്ഷത്തിനെ നീ ശരീരമല്ലെന്ന് പഠിപ്പിച്ചു. ആദ്യത്തെ 3 സ്കന്ധത്തിൽ നീ ശരീരമല്ലെന്ന് പഠിപ്പിച്ചു. അടുത്ത 3 സ്കന്ധത്തിൽ നീ മനസ്സല്ലെന്ന് പഠിപ്പിച്ചു. അടുത്ത 3 സ്കന്ധത്തിൽ നീ ബുദ്ധിയല്ലെന്ന് പഠിപ്പിച്ചു. അപ്പൊ 9 സ്കന്ധായി. അവസാനത്തെ 3 സ്കന്ധത്തിൽ എന്തായി? നീ ആരാണെന്ന് പഠിപ്പിച്ചു. അപ്പൊ 12ാമത്തെ സ്കന്ധം കഴിഞ്ഞപ്പോ എന്തായി? ഞാൻ ആരാന്ന് മനസ്സിലായി. ഞാൻ ശരീര മനോ ബുദ്ധി അഹങ്കാരങ്ങളൊന്നുമല്ല, ഇതൊന്നുമല്ല. ഞാനെന്ന് പറയുന്നത് നാശമില്ലാത്ത, മരണമില്ലാത്ത ഒരു നിത്യ ചൈതന്യമാണ്. ഞാൻ ആത്മബോധമാണ്, ഞാൻ ബോധസ്വരൂപനാണ്, ഞാൻ സ്വതന്ത്ര സ്വരൂപനാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് പരീക്ഷിത്ത് മഹാരാജാവ് മാറി. പിന്നെ തക്ഷകം വന്ന് കൊത്തുന്നത് ആദ്യം പറഞ്ഞ 3-4 എണ്ണത്തിനെയാണ്. അതായത് ഞാനല്ലാത്തത്, എന്റേതല്ലാത്ത സാധനത്തിൽ കൊണ്ടുവന്ന് കൊത്തി. അത് അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്തു. അപ്പോൾ സൂക്ഷ്മം, ആ സൂക്ഷ്മഭാവത്തിലാണ് അവിടെ ശുകബ്രഹ്മർഷി പ്രത്യക്ഷനാവുന്നത്. അപ്പൊ സമാധിക്ക് ശേഷം സൂക്ഷ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു ശുകബ്രഹ്മർഷിക്ക് ഒരു ശരീരം എടുത്തു വന്ന് ഒരു ശരീരത്തിലൂടെ അല്ലെങ്കിൽ ശരീരത്തിലൂടെ ഉപാധിയാക്കിക്കൊണ്ട് പരീക്ഷത്തിന് ഉപദേശിക്കാൻ പറ്റുമെന്ന് ഭാഗവത പുരാണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രമാണ ഗ്രന്ഥമാണ്. എന്നിട്ടാണോ സത്യസായി ബാബ എന്ന് പറയുന്ന ലോകം ഇന്നേ വരെ സാക്ഷ്യം വഹിക്കാത്ത ഒരു മഹാ അവതാരം ഉണ്ടായിട്ട് ആ അവതാരം ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അനവധി ശരീരങ്ങളിലൂടെ നമ്മളുടെ മുമ്പിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിവില്ല എന്ന് പറയുമ്പോൾ പ്രമാണങ്ങളിൽ വിശ്വാസമില്ല, ശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തെ കുറിച്ച് നമുക്ക് എന്ത് പറയാനുണ്ട്? ഇത് നിങ്ങൾ കേൾക്കുന്നവർക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്.
വളരെ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും വിചാരിച്ചത് പിന്നെ ശുഗർബൻ മഹർഷി സമാധിക്ക് മുമ്പാണ് ഇത് ഉപദേശിച്ചു കൊടുത്തതെന്ന്. അല്ല, സമാധി കഴിഞ്ഞിട്ടാണ് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടിരുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രാരാബ്ധം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ആ പ്രാരാബ്ധം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ യാത്ര പുറപ്പെടണം. അതായത് ജീവിതയാത്ര തുടർന്നേ പറ്റൂ. അത് പലപ്പോഴും ശ്രദ്ധിക്കുക, വിവാഹ ജീവിതത്തിന് ശേഷമായിരിക്കും നമ്മൾ ഈ പ്രാരാബ്ധങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ രാമസീത വിവാഹത്തിന് ശേഷം ആണ് ആ പ്രാരാബ്ധം അനുഭവിക്കാനുള്ള യാത്ര. അതിന് കാരണക്കാരായിട്ട് രണ്ടാൾക്കാർ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മന്ദരനെ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ആ വാസനകളുണ്ട്. അപ്പോൾ എങ്ങനെ വേണം എന്നുള്ളതിനൊരു ഉത്തരമാണ് ആ ആരണ്യകാണ്ഡം എന്ന് പറയുന്നത്. അതായത് വിവാഹാനന്തരം ഈ ജന്മത്തിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സത്സംഗ സംസ്കാരത്തിലൂടെ സഞ്ചരിക്കണം. അതാണ് ആരണ്യകാണ്ഡം എന്ന ഒരൊറ്റ കാണ്ഡത്തിന്റെ ആകത്തുക. നിങ്ങളുടെ ജീവിതം സത്സംഗ സംസ്കാരത്തിൽ, ഭോഗ സംസ്കാരത്തിൽ നിന്ന് ആത്മസംസ്കാരത്തിലേക്ക് ഒന്ന് മാറിയാൽ മതി. 24 മണിക്കൂറും ബിരിയാണി ഇന്നലും 24 മണിക്കൂറും കുയ്മന്തിയും അല്ല ജീവിതം എന്നൊന്ന് പറഞ്ഞു തരികയാണ്. എന്നാൽ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സത്സംഗ സംസ്കാരം വിട്ടു കളിക്കരുത്. അപ്പോൾ എന്ത് വേണം? ആ യാത്രയിൽ ലക്ഷ്മണൻ മുന്നിൽ നടക്കണം. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ഭക്തി. ഭക്തി മുന്നിൽ നടന്നുകൊണ്ട് ബ്രഹ്മവിദ്യയെ നടുക്ക് നിർത്തി, സീതയെ നടുക്ക് നിർത്തി സംരക്ഷിച്ചു കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെടും. കിട്ടിയെന്ന് വെച്ച് അഹങ്കരിക്കൊന്നും വേണ്ട. അപ്പൊ അറിവ് കിട്ടിയെന്ന് വെച്ചിട്ട് ഇത് അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ഏത് നിമിഷവും നഷ്ടപ്പെടും. അങ്ങനെയാണ് എവിടെ പോയി പോകുന്നത്? ചിത്രകൂടൊക്കെ ഞാൻ വിട്ടു. പഞ്ചവടിയിൽ പോയി താമസിക്കാൻ പറയുന്നത് അത് ഗുരു ഉപദേശിക്കുകയാണ്. പഞ്ചവടിയിൽ പോയി താമസിക്കണം. എന്താ കാര്യം? പഞ്ചവടിയിൽ നിങ്ങളുടെ ആ പഞ്ച ഇന്ദ്രിയങ്ങളും അടങ്ങും. ഇന്ദ്രിയങ്ങൾ അടങ്ങുന്ന ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് അതാണ്. അവിടെ നിങ്ങൾക്ക് ജഡായു കാവൽക്കാരനായിട്ടുണ്ടാവും. ജഡായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ജ്ഞാനവും വൈരാഗ്യവും. അപ്പൊ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ജഡായു നിങ്ങൾക്ക് അവിടെ സംരക്ഷണത്തിനുണ്ടാവും. നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെ കടക്കി ഞങ്ങളെ ആ സത്സംഗ സംസ്കാരത്തിൽ ജീവിക്കൂ. എന്നാൽ ഭാര്യയായിട്ട് ജീവിക്കൂ, ഭർത്താവായിട്ട് ജീവിക്കൂ. ഒക്കെ അങ്ങനെ തന്നെ ചെയ്തോളൂ. ഒരു മാറ്റവും ഇല്ല. നമ്മുടെ ഒരു ശാസ്ത്രങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒന്നിനെയും നിഷേധിച്ചിട്ടില്ല. നിങ്ങളെല്ലാം ഉപേക്ഷിക്കണം എന്നേ വരെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇത്രമാത്രം സ്വാതന്ത്ര്യം തന്ന ഒരു സംസ്കാരം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ പഞ്ചവടിയിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ബ്രഹ്മവിദ്യ നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ട്? മനസ്സിന് ഇളക്കം ഉണ്ടാകും. കാരണം ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ലോകം എന്ന് പറയുന്നത് തന്നെ ഇളക്കമുള്ളതാണ്, ഇളക്കമുള്ള ഒന്നാണ്. അപ്പൊ ആ ഇളക്കം നമുക്ക് പലതും നമ്മുടെ മനസ്സിനെ ഇളക്കാനുള്ളത് പലതും വരും. അങ്ങനെയാണ് മാരീചന്റെ രംഗപ്രവേശം, ശൂർപ്പണഖയുടെ രംഗപ്രവേശം. അപ്പൊ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി ആകർഷിച്ച് വഞ്ചിക്കുക. അതാണ് പ്രപഞ്ചത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ആകർഷിച്ച് വഞ്ചിക്കുക. ഇല്ലാത്ത ഒന്ന് കാണിച്ച് തന്നെ ആകർഷിച്ച് വഞ്ചിക്കുക. അതിൽ പെട്ടുപോയാൽ സീതയുടെ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയാണ് ബ്രഹ്മവിദ്യ നഷ്ടപ്പെടുന്നത്. അവിടെ രാവണൻ വരുന്നു. ആ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എന്ത് വേണം? വീണ്ടും നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നമ്മള് നഷ്ടപ്പെട്ടതിന്റെ പിന്നാലെ പോയേ പറ്റൂ. അതാണ് സീതാന്വേഷണം എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അന്വേഷിച്ചേ പറ്റൂ. ആ പോണ പോക്കിൽ ശബരിയെ കാണും, എല്ലാം കാണും. ഇതൊക്കെ ഭക്തിയുടെ പല ഭാവങ്ങളാണ്. സ്വയം പ്രഭവയെ കാണും. എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇനിയെങ്കിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളുടെ അവിവേകം ഇനി നമ്മളെ നശിപ്പിക്കാൻ നമ്മളെ നശിപ്പിക്കാൻ അവസരം കൊടുക്കരുത്. അപ്പൊ എന്ത് വേണം? വിവേകത്തെ ഉണർത്തി അവിവേകത്തെ ഇല്ലാതാക്കണം. വിവേകത്തെ കൊട്ടുപിടിക്കണം. അതാണ് സുഗ്രീവനുമായിട്ടുള്ള സഖ്യം എന്ന് പറയുന്നത്. സുഗ്രീവനുമായി സഖ്യം ചെയ്തു. ആ സഖ്യം ചെയ്യണമെങ്കിൽ ആര് വേണം? അതാണ് മഹാഭക്തി വേണം. അതാണ് ഹനുമാൻ. ആ ഭക്തിയാകുന്ന ഹനുമാൻ. ആ ഭക്തിയോടുകൂടി എന്ത് വേണം? തന്റെ അവിവേകമാകുന്ന ബാലിയെ നശിപ്പിച്ച് വിവേകമാകുന്ന സുഗ്രീവനെ സംരക്ഷിക്കണം. അപ്പൊ വീണ്ടും നമ്മളിൽ ഒരിക്കൽ കൂടെ എന്തുണ്ടായി? അവിവേകം നശിച്ചു, ബാലി ഇല്ലാണ്ടായി, വിവേകം ഒന്നുകൂടി ഉണർന്നു. ആ വിവേകത്തോടു കൂടി മാത്രമേ നമുക്ക് സീതയെ അന്വേഷിച്ചാൽ കിട്ടുകയുള്ളൂ. അഥവാ ബ്രഹ്മവിദ്യയെ വീണ്ടും അന്വേഷിച്ചാൽ കിട്ടുകയുള്ളൂ. പക്ഷെ അവിടെയും ഒരു സംഭവമുണ്ട്. എല്ലാം കഴിഞ്ഞു. നമുക്ക് കിഷ്കിന്ധാ കാണ്ഡത്തില് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു, ബാലിയെ കൊന്നു, തന്റെ രാജ്യം തിരിച്ചു കൊടുത്തു. ഇനി ചാതുർമാസ്യ വ്രതം നോക്കൂ. അതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ട കാര്യങ്ങളാണ്. ചാതുർമാസ്യ വ്രതം എടുത്ത് രാമൻ കാത്തിരിക്കുകയാണ്. പക്ഷെ എത്ര സമയം കഴിഞ്ഞിട്ടും സുഗ്രീവന് യാതൊരു കുരുക്കുമില്ല. ആള് മറന്നുപോയി. എങ്ങനെ മറന്നു? രാജാവായി കഴിഞ്ഞപ്പോ വീണ്ടും കള്ളും കഞ്ചാവും ഒക്കെ ആയി. അതാണ് അവരുടെയൊക്കെ ഒരു സ്വഭാവം. അതാണ്. പിന്നെ ഇതിലൊക്കെ അങ്ങോട്ട് മുഴുകി, രാജകീയ പ്രൗഢിയിൽ മുഴുകി, തന്റെ ലക്ഷ്യം മറന്നു എന്ന.
ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. പലരും നമ്മൾ ഇറങ്ങി പുറപ്പെട്ട പലതിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഞാൻ ഇന്ന് എനിക്ക് 1-2 വിദ്യാർത്ഥികളെ കൗൺസിൽ ചെയ്യേണ്ടി വന്നു. എന്താ കാര്യം? 24 വയസ്സായി, ഒരു +2 ശേഷം പല കോഴ്സുകളിലും പോയി, ഒന്നും തന്നെ പൂർത്തിയാക്കിയില്ല. അങ്ങനെ അച്ഛനമ്മമാര് വിഷമത്തോടുകൂടി മകന്റെ കാര്യം പറയാൻ വന്നിരിക്കുക. അപ്പൊ എന്താ സംഭവം? തന്റെ ലക്ഷ്യമൊക്കെ മറന്നുപോയി. എന്തിനാണ് താൻ പോന്നത്, താൻ എന്തിനാണ് കോളേജിൽ പോയത്, താൻ എന്തിനാ പഠിക്കാൻ പോകുന്നത്, അതൊക്കെ മറന്നു. ഇന്നത്തെ തലമുറ ഇതൊക്കെ മറക്കുകയാണ്. അതൊക്കെ രാമായണം നല്ല കൃത്യമായിട്ട് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഇന്നത്തെ കാലത്ത് ബാംഗ്ലൂരിലും ഒക്കെ ഒന്നും വേണ്ട, ദൂരൊന്നും വേണ്ട, ഞാനിപ്പോ താമസിക്കുന്ന എറണാകുളത്തൊക്കെ ഒന്ന് വന്നാൽ മതി. ഈ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ പഠിക്കാൻ വേണ്ടി എറണാകുളത്ത് വരുന്നുണ്ട്. അവിടെയുള്ള കാഴ്ചകളൊന്നും എനിക്ക് ഈ ഒരു എന്താ പറയാ, ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയയിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര ദയനീയമാണ്. മദ്യവും മയക്കുമരുന്നുകളുടെയും ഒരു കൂമ്പാരമാണ്. ഇന്നലെ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കണ്ണൂരിലെ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി പറഞ്ഞ കഥ. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് തന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു. നോക്കൂ, 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് എത്തിയിട്ടുള്ളൂ. അത് ദൂരെ പണ്ട് ഡൽഹിയിൽ ബോംബെയിൽ നിന്നൊക്കെ കേട്ടാൽ നമുക്കൊരു അത്ഭുതമായിരുന്നു. ഇത് കണ്ണൂരത്തെ കഥയും മലപ്പുറത്തെ കഥയാണ് ഈ സംസാരിക്കുന്നത്. ഇപ്പോ ആ ലെവലിലേക്ക് അത്രമാത്രം പിടിമുറുക്കി കഴിഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോ കാരണം അത് ആ മായാ ലോകത്തിൽ പെട്ടു. അത് വിഭീഷണനും അത് സംഭവിച്ചു. ഈ രസകരമായൊരു കാര്യം പറയും. തമിഴ്നാട്ടില് ഒരു കവിയുണ്ട്, പെരിയ വാച്ചാൻ പിള്ളൈ എന്നാണ്. പെരിയ വാച്ചാൻ പിള്ളൈ. അദ്ദേഹം രസകരനായിട്ടുള്ള വളരെ രസികനായിട്ടുള്ള ഒരു കവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മദ്യത്തിന്റെ കുപ്പിയില് 6 ആൾക്കാരുണ്ടാവും. മദ്യത്തിന്റെ കുപ്പിയിൽ 6 ആൾക്കാർ. ആരൊക്കെയാണെന്നറിയോ? കാക്കൈ, കുയിൽ, കുരങ്ക്, കൊക്ക്. കാക്കൈ, കുയിൽ, കുരങ്ക്, കൊക്ക്, കർണൻ, വിഭീഷണൻ. ഈ 6 ആൾക്കാരുണ്ടാവും അത്ര കള്ളും കുപ്പീന്റെ ഉള്ളിൽ. കാക്ക ഉണ്ടാവും. അങ്ങനെ ഈ കാക്ക കള്ളും കുപ്പിയിൽ വരുന്നത്? അദ്ദേഹം പറയാണ്, അതിന് വ്യാഖ്യാനിക്കുകയാണ്. ഈ ബാറിൽ കള്ളുടിക്കാൻ ചെന്നാലേ ആദ്യം കാക്കേനെ പോലെ ആവും അത്രേ. അതായത് അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. താൻ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ, അയലൊക്കാരെങ്കിലും ഉണ്ടോ, താൻ കള്ളുടിക്കണോ, വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് കാക്കയ്ക്ക് ഒരു പ്രത്യേക തലകുരുക്കിയൊരു നോട്ടാണല്ലോ. അപ്പൊ ആദ്യം കാക്കേന്റെ മാതിരിയാവുന്നു. അത് കഴിഞ്ഞാലോ ആരും ഇല്ലെന്ന് ബോധ്യപ്പെട്ട നല്ലോണം 2 അകത്താക്കും. അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ കുയിലിന്റെ സ്വഭാവമായില്ല. കുയിലിന്റെ സ്വഭാവം എന്താ? പാട്ട് പാടുക. പിന്നെ പാട്ടൊക്കെ അങ്ങനെ വന്നു, ഗംഭീരമായിട്ട് പാട്ടൊക്കെ പാടി. അപ്പൊ കാക്കൈ, കുയിൽ. പിന്നെ 3ാമത്തെ ആരാണ്? കുറച്ച് കഴിയുമ്പോ ഈ കൊരങ്കാവുന്നു. കൊരങ്ങന്റെ സ്വഭാവം എന്ന് വെച്ചാൽ അപ്പുറത്തുള്ളതും കുറച്ച് വാരി തിന്നും, ഇപ്പുറത്തുള്ളതും കുറച്ച് വാരി തിന്നും. പിന്നെ ബോധം പോയല്ലോ, അപ്പൊ കൊരങ്ങനാവും. കുറച്ച് കഴിഞ്ഞാൽ ആരായി? കൊക്കായി മാറുക. കൊക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വെള്ളം ആത്തിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മൂവ്മെന്റ് ഒക്കെ പോയി ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഒരു കൊക്കിന്റെ മാതിരി ഇങ്ങനെ ഇരിക്കുന്നു. കള്ളുടിച്ചിട്ട് ആ 3ാമത്തെ സ്റ്റേജാണ് കൊക്കിന്റെ വരി. അത് കഴിഞ്ഞാൽ പിന്നെ ആരാവും? കുറച്ചുകൂടി കള്ളാത്തി എന്ന് കഴിഞ്ഞാൽ കാക്കൈ, കുയിൽ, കുരങ്ക്, കൊക്ക്. പിന്നെ ആരാവും എന്ന് വെച്ചാൽ കർണനാവുന്ന. പിന്നെ ഭയങ്കര ദാനധർമ്മിഷ്ഠനാവും. വരുന്നവർക്കൊക്കെ കള്ളു വാങ്ങി കൊടുക്കുക. നിങ്ങളൊക്കെ കഴിച്ചോളൂ, എന്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഞാൻ പണ്ട് മറ്റേ കൊച്ചി രാജാവിന്റെ മകനാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വരുന്നവർക്കൊക്കെ കള്ളു വാങ്ങി കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും കള്ളുടിച്ചു കഴിഞ്ഞാൽ എന്താവും അറിയോ? വിഭീഷണനാവും. വിഭീഷണൻ എന്ന് പറഞ്ഞാൽ രാമന്റെ കാലത്തിൽ ഒരു ഒറ്റ വീഴ്ച, എനിക്കും ആരുമില്ലേ, എന്നാ ഭയം തരണേ. അങ്ങനെ പിന്നെ ഇവിടുന്ന് എഴുന്നേക്കില്ല എന്നാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ വീട്ടുകാരെ വന്നിട്ട് എടുത്തുകൊണ്ടുപോലാണ്. അപ്പൊ പെരിയ വാച്ചാൻ പിള്ളയുടെ ഒരു കവിതയിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് ആണ് ഒരു സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൃത്യമായി അവിടെ തെളിയിച്ച് തരികയാണ് വിഭീഷണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അത് നമ്മുടെ ഉള്ളിലുള്ള വിവേകമാണ്. ആ വിവേകം പോലും ഒരു കുപ്പി കള്ള് കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ആയി എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ഇത് ത്രേതായുഗത്തിലെ കാണിച്ചു തരുന്ന ആലോചിച്ച് നോക്കണം. എന്നിട്ട് പറയാണ്, അവിടുന്ന് പറയുന്നുണ്ട്, ഇത് ദ്വാപരയുഗത്തിലും കഴിഞ്ഞ കലിയുഗത്തിലും ഇതൊക്കെ തന്നെയാവും അവസ്ഥ. എത്ര കൃത്യമായിട്ട്, എന്തൊരു ഫോർകാസ്റ്റാ നോക്കൂ. അങ്ങനെ ആ സുഗ്രീവനെ വീണ്ടും തൊട്ടുണർത്തി അവിടുന്ന് സീതാന്വേഷണം നടത്തി. രാമന്റെ മുദ്ര ഉള്ള ഹനുമാൻ തെക്കോട്ട് പോയി സീതയെ കണ്ടെത്തുന്നു. അറിയാലോ, ബാക്കി ഒന്നും ഞാൻ പറയുന്നില്ല. അവിടെ അവസാനം യുദ്ധം നടക്കുന്നു. എന്താണ് യുദ്ധം? യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് തന്നെയാണ്. ഈ അസുരന്മാരൊക്കെ എവിടെയാണ്? പുറമേ അല്ല. അതൊന്നും ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എത്രയോ കേട്ടതാണ്. അപ്പൊ നമ്മുടെ അകത്ത് തന്നെയാണ് രാവണനും കുംഭകർണനും ഒക്കെ. ആരാണ് കുംഭകർണൻ? കുംഭകർണൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ എപ്പോ ഉദരത്തെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവരൊക്കെ കുംഭകർണന്മാരാണ്. ഉദരം എന്ന് പറയുന്നത് എന്താണ്? എന്താ ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താ പരിപാടി? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം, 3 നേരത്തെ ഭക്ഷണം കഴിക്കണം എന്നല്ലാണ്ട് വേറെ ഇപ്പൊ എന്ത് ലോകാണ്?
അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അല്ലെങ്കിൽ ഉദരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവര്, കുറെ ഭക്ഷണം കഴിക്കുക, കുറെ കിടന്നുറങ്ങുക, അങ്ങനെയുള്ള ആൾക്കാരാണ് കുംഭകർണന്മാർ. അപ്പൊ ഇതൊക്കെ നമ്മുടെ അകത്ത് തന്നെ, നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ അസുര സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ഓരോതരം എന്താ പറയാ ആവരണങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ ഇല്ലാതാക്കിയേ പറ്റൂ. പക്ഷെ അവിടെ എന്താണ്, രാവണനെ നേരിടുമ്പോഴുള്ള പ്രശ്നം, ആസക്തികൾ 10 എണ്ണമാണ്, ഒന്ന് കഴിയുമ്പോഴേക്ക് മറ്റത്. അങ്ങനെ 10 ആസക്തികളെയും ഒരുമിച്ചില്ലാതെ ചെയ്യണമെങ്കിൽ, ആസക്തികളിൽ നിന്നും പോലും മോചനത്തിന് ഏക പോംവഴി രാമനാമമാണ്, അല്ലെങ്കിൽ ഈശ്വര സ്മരണയാണ്. അങ്ങനെ വളരെ ബലമായി തന്നെ നമ്മുടെ ഈ ബ്രഹ്മവിദ്യയെ തിരിച്ചെടുത്തേ പറ്റൂ. ഈ ബ്രഹ്മവിദ്യ നഷ്ടപ്പെടുത്താനുള്ളതല്ല എന്ന് തെളിയിച്ചു തന്നുകൊണ്ടാണ് യുദ്ധകാന്ഡം സമാപിക്കുന്നത്. അങ്ങനെ രാവണനെ നശിപ്പിച്ചു, അഥവാ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രവത്തെ നശിപ്പിച്ചു, നമ്മുടെ ഉള്ളിലുള്ള ആ കാമത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കി, ആ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള വിക്ഷേപങ്ങളെ മുഴുവൻ അരിഞ്ഞ് ഇല്ലാതാക്കി, അവനവനോട് തന്നെ നടത്തുന്ന യുദ്ധമാണ് രാമരാവണ യുദ്ധം. ഞാൻ എൻ്റെ ഉള്ളിലുള്ള എന്നോട് തന്നെ ചെയ്യുന്ന യുദ്ധം, അതിൽ ഞാൻ വിജയിച്ചേ പറ്റൂ. ഇത്രയും കാലം രാവണൻ വിജയിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? രാമനാണോ വിജയിച്ചത്, രാവണനാണോ വിജയിച്ചത്? ഓരോരുത്തർ സ്വയം പരിശോധിക്കേണ്ടതാണ്. അപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കിയത് രാവണനാണ് വിജയിച്ചത്, രാമൻ വിജയിച്ചില്ല. രാവണന് വിജയിക്കാൻ അനുവദിച്ചു കൊടുക്കരുത്. കൊടുത്താൽ നമുക്ക് ബ്രഹ്മവിദ്യ സ്വന്തമല്ല, ബ്രഹ്മവിദ്യ വീണ്ടും അവിടെ ദുഃഖിതയായിട്ട് കിടക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു, സീതയെ സ്വന്തമാക്കി തിരിച്ച് അയോധ്യയിൽ വന്നു. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മളെ ജീവന്റെ യാത്ര പൂർത്തിയാവാണ്. ഇനിയാണ് വിഷയത്തിലേക്ക് വരുന്നത്. അപ്പൊ ഏതാണ്ട് ഇന്നത്തെ ദിവസം ഞാനൊരു 30 മിനിറ്റോളം എടുത്തു. അപ്പൊ ഇനി വരുന്ന വളരെ കുറച്ച് സമയം കൊണ്ട് കൃത്യം 9 മണിക്ക് അവസാനിപ്പിക്കാം. 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇന്ന് ഇതിനെ ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കാം. അപ്പൊ എന്താണ് ഇനി ഇവിടെ സംഭവിച്ചത്? അവിടെ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ ഉണ്ടായ ചടങ്ങിന്റെ പേരാണ് പട്ടാഭിഷേകം എന്ന് പറയുന്നത്. ഇപ്പൊ രാമായണത്തിൽ 2 കാര്യങ്ങളെ പഠിക്കാം. അത് പഠിച്ചാൽ തന്നെ മതി, കാരണം രണ്ടും തമ്മിലായിട്ട് കണക്ട് ചെയ്താൽ മതി. ഒന്ന് എന്താണ്, അവസാനത്തെ, ശരിക്കും അവസാനമല്ല, നമ്മൾ ഉത്തരരാമായണം ഞാൻ മാറ്റി നിർത്തിയിട്ട് പറയാണ്. ഉത്തരരാമായണം മാറ്റി നിർത്തി സംസാരിക്കുകയാണെങ്കിൽ രാമായണം എൻഡ് ചെയ്തത് എവിടെയാണ്? രാമന്റെ പട്ടാഭിഷേകത്താൽ. നമ്മൾ രാമായണം വായിച്ച അവിടെയാണ് നിർത്തുക. രാമന്റെ പട്ടാഭിഷേകം വായിച്ചാൽ നിർത്തും, മതി, യുദ്ധകാന്ഡം കഴിഞ്ഞു, സമാപ്തം. കാരണം നല്ല സുഖമായല്ലോ, രാമൻ തിരിച്ച് രാജ്യത്തിലെത്തിയല്ലോ, സീതയും വന്നല്ലോ, ഭരതനും വന്നല്ലോ, എല്ലാവരും ഉണ്ടല്ലോ, ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടല്ലോ, സന്തോഷമായി. നമുക്കൊരു സന്തോഷ പര്യവസായിയാണ് വേണ്ടത്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കാം. അപ്പോൾ രാമായണത്തിന്റെ എൻഡായിട്ട് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് ഈ പട്ടാഭിഷേകമാണ്. ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് എവിടുന്ന തുടങ്ങിയത്? തപസ്വാധ്യായ നിരതം തപസ്സി വാഗ്വിദാംബരം നാരദം പരിപപ്രച്യ വാത്മീകിർ മുനിപുങ്കവം. ഇതാണ് വാൽമീകി രാമായണത്തിലെ ആദ്യത്തെ ശ്ലോകം. അപ്പൊ നോക്കണം, വളരെ ശ്രദ്ധിക്കണേ. ഒരു ഇതിഹാസം തുടങ്ങുന്നത് തപസ് എന്ന ശബ്ദത്തിൽ നിന്നാണ്. എന്നാൽ നിങ്ങൾ മറ്റേതൊരു പുരാണം എടുത്ത് നോക്കിക്കോ, അതിനൊരു മംഗള ശ്ലോകം ഉണ്ടാവും. അല്ലെങ്കിൽ ഉപനിഷത്ത് തുടങ്ങണമെങ്കിൽ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്ഛത എന്നുള്ള ആ ധ്യാനം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒന്നുമില്ലാതെ ഒരു ഇതിഹാസ ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ഗ്രന്ഥം തുടങ്ങിയത് രാമായണം മാത്രമേ ഉള്ളൂ. രാമായണത്തിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു തുടക്കം കാണാൻ പറ്റുള്ളൂ. എന്ത് ശബ്ദത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്? തപസ്. അപ്പൊ തപസ്സാണ് നമുക്ക് എന്താ ഈ തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തപസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, തപഹ ബ്രഹ്മേതി എന്ന, അതാണ് വേദാന്ത ദർശനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തപഹ ബ്രഹ്മേതി, തപസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ തപസ്സിൽ തുടങ്ങി രാമായണം കൾമിനേറ്റ് ചെയ്യുന്ന എവിടെയാണ്? പോയിട്ട് ഈ പട്ടാഭിഷേകം. ഇനി എന്താണ് പട്ടാഭിഷേകം? ഇതിന് രണ്ടും എന്താ പഠിക്കാനുള്ളത്? ഒരാളുടെ ജീവിതത്തിന്റെ പര്യവസാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പട്ടാഭിഷേകമായിരിക്കണം. ഈ പട്ടാഭിഷേകം നടത്താനാണ് നമ്മൾ ഈ ശരീരത്തിലൂടെ വന്നിരിക്കുന്നത്. ഇതാണ് രാമായണത്തിന്റെ സന്ദേശം. ഇനി കൂടുതൽ എന്തെങ്കിലും പറയണോ? അപ്പോൾ ആര് ചോദിച്ചാലും ഉത്തരം പറഞ്ഞിരിക്കൂ. എന്താണ്, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് രാമായണ? വാട്ട് ഈസ് ദ സ്പിരിച്വൽ മെസ്സേജ് ഓഫ് രാമായണ? അതാണ് നമുക്ക് കേൾക്കേണ്ടത്, അല്ലാണ്ട് വേറെ കഥകളുടെ കഥയൊക്കെ ആരെങ്കിലും പറഞ്ഞോട്ടെ. രാമായണത്തിന്റെ ആധ്യാത്മിക സന്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിന്റെ പട്ടാഭിഷേകം നടത്തുക. അതായത് നമ്മുടെ ജീവന്റെ യാത്രയുടെ ലക്ഷ്യം എന്തെന്ന് ബോധ്യപ്പെടുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാഭിഷേകമാണ്. പട്ടാഭിഷേകം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് മനസ്സിന്റെ സമാധി അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നാണ്. മനസ്സിന്റെ സമാധി അവസ്ഥ. അപ്പൊ ഇനി നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്കും എഴുതി പഠിച്ചോളൂ.
ഇത് എപ്പോഴും പറയാൻ എൻ്റെ തലയിലും വരില്ല. പറയുന്ന സമയത്ത് നിങ്ങൾ അതെല്ലാവരും പഠിക്കുകയും എഴുതിയെടുക്കുകയും വേണം. മാത്രമല്ല ഒരു 10 ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. എന്നാ പിന്നെ നിങ്ങൾ മറക്കില്ല. എന്താണ് ഈ പറയാൻ പോകുന്നത്? മനസ്സിന്റെ സമാധി അവസ്ഥ എന്താണ്? എന്താണ് ഈ സമാധി? അപ്പോൾ സമാധി അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ സമനില തെറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സിന്റെ സമനില തെറ്റിക്കല്ലേ, ഏത് നിമിഷവും തെറ്റും. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിന്റെ സമാധി ഒക്കെ എപ്പോഴോ പോയിരുന്നു, നമുക്കൊന്നും സമാധി ഇല്ല. അപ്പോൾ മനസ്സിന്റെ സമാധി അവസ്ഥ ഉണ്ടാക്കലാണ് പരമമായ ആധ്യാത്മിക ലക്ഷ്യം എന്ന് പറയുന്നത്, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും കാലം കേട്ടത് എന്താ? സമാധി. സമാധിയെ കുറിച്ച് നമ്മൾ എന്താ കേട്ടത്? നമ്മൾ സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക ഏതോ ദിവ്യനായിട്ടുള്ള ആള് മരിച്ചു, അല്ലെങ്കിൽ ഒരു യോഗി മരിച്ചു, ഒരു സന്യാസി മരിച്ചു. അപ്പൊ സന്യാസിമാരുടെയും യോഗികളുടെയൊക്കെ മരണത്തെയാണ് സമാധി എന്ന് പറയുന്നതാണെന്ന് പലരും ധരിച്ചിരിക്കുന്നത്. പക്ഷെ എന്നെ കേൾക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ കൃത്യമായ ജ്ഞാനമുണ്ട്, അതെനിക്കറിയാം. പക്ഷെ പൊതുസമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞില്ലേ? പുട്ടപ്പുറത്തിൽ സ്വാമി സമാധിയായി ഇത്ര. അതെയോ? ഓ സമാധിയായി, അങ്ങനെയാണ് ഒക്കെ സമാധിയായി. മറ്റേ സ്വാമി അറിഞ്ഞില്ലേ? അപ്പൊ മറ്റേ സരസ്വതി സ്വാമി സമാധിയായി. അതെയോ? സമാധിയായി. അതോടെ നമ്മുടെ മനസ്സിലെന്തായി? അങ്ങേര് മരിച്ചു. എന്നാൽ ഇതല്ല സമാധി. ഈ സമാധിയെ കുറിച്ചിട്ട് എവിടെയാ പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. എനിക്ക് സമാധിയെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത് പാതഞ്ജല യോഗസൂത്രത്തിലാണ്. അപ്പൊ പാതഞ്ജല മഹർഷിയുടെ യോഗസൂത്രത്തില് ആ അഷ്ടാംഗ യോഗത്തില് 8ാമത്തതാണ് സമാധി എന്ന് പറഞ്ഞ അവസ്ഥ. യമം, നിയമം, ആസനം, പ്രാണായാമം തുടങ്ങിയിട്ട് പോയിട്ട് പ്രത്യാഹാരം, ധാരണ, അങ്ങനെ പോയി അവസാനം എത്തുന്ന 8ാമത്തെ ഭാഗമാണ് ഈ സമാധി എന്ന് പറഞ്ഞത്. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരണമല്ല, മരണം ഇല്ലായ്മയാണ്. അപ്പൊ ഒരു മരിക്കുന്നതല്ല സമാധി. അപ്പൊ എങ്ങനെയാണ് ഈ സമാധിയെ കുറിച്ച് നമ്മൾ പഠിക്കുക? സമാധിക്ക് ശാസ്ത്രങ്ങള് ഇത് പഠിക്കണം, എന്നാലേ ഈ പട്ടാഭിഷേകം എന്താന്ന് മനസ്സിലാവുള്ളൂ. അപ്പോ സമാധി എന്ന് പറയുന്നത് ശാസ്ത്രങ്ങള് യോഗവാസിഷ്ടത്തിൽ ഇത് വസിഷ്ഠ ഗുരു നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ പറയുന്നുണ്ട്. പല പുരാണങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനമുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ ആധികാരികമായിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പാതഞ്ജല യോഗസൂത്രത്തിലെ അഷ്ടാംഗ യോഗത്തില് അതിൽ 8ാമത്തെ സമാധി അവസ്ഥയെ കുറിച്ച് പറയാം. അപ്പൊ നമുക്കൊക്കെ ഇനി ഉണ്ടാകേണ്ട ഒരു സ്റ്റേജാണത്. അതിലേക്കാണ് നമ്മൾ ഇനി സഞ്ചരിക്കേണ്ടത്. അതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യവും. അതാണ് രാമായണം കാണിച്ചു തരുന്നത്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത്രയും കാലം വായിച്ച രാമായണം വേസ്റ്റായി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം പഠിക്കുകയും മനസ്സിലാക്കുകയും ക്രമേണ അതിലേക്ക് എത്താൻ നമ്മൾ ശ്രമം നടത്തിയില്ലെങ്കിൽ ഇത്രയും കാലം വായിച്ച രാമായണം വേസ്റ്റായി. അപ്പൊ എന്താണ് സമാധി? 2 തരം സമാധി ഉണ്ടാവുക. ഒന്ന് സബീജ സമാധി എന്ന് പറയും, അതായത് ബീജം നശിച്ചിട്ടില്ലാത്ത സമാധി. 2ാമത്തത് നിർബീജ സമാധി, അതായത് സംസാരത്തിന്റെ ബീജം നശിച്ചു, അതിന് തിരിച്ചു വരില്ല. ഒന്ന് തിരിച്ചു വരും, ഒന്ന് തിരിച്ചു വരില്ല. അങ്ങനത്തെ 2 എണ്ണമാണ്, 2 സമാധിയാണ് ഉള്ളത്. ഇനി നമ്മൾ ആദ്യം തന്നെ സബീജ സമാധി എന്താന്ന് പറയാൻ പോകുന്നത്. ഇത്തിരി കട്ടിയാണ്. അപ്പൊ നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധയെ പിൻവലിച്ച് ഈ പറയുന്നതിൽ മാത്രം ശ്രദ്ധ വെക്കുകയും കഴിയുമെങ്കിൽ എഴുതിയെടുക്കുകയും ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ക്ഷമിക്കാൻ, ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് കിടപ്പാണ്, നല്ല ചുമയാണ്. അതിന്ന് കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് സത്സംഗം നടക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ചില കുറവുകൾ ക്ഷമിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഈ സബീജ സമാധിക്ക് 6 ഘട്ടങ്ങളാണുള്ളത്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എവിടെ ഇരിക്കണമെന്ന് വേഗം മനസ്സിലാവും. ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്നാലേ നമുക്ക് സെൽഫായിട്ട് ഒരു അനലൈസിസ് നടത്താൻ പറ്റുള്ളൂ. ഞാനിപ്പോ എവിടെ ഇരിക്കുന്നത്, വാട്ട് ഈസ് മൈ സ്റ്റേജ് എന്ന്. അതിൽ 6 ഘട്ടങ്ങളിലാണ് സബീജ സമാധി ഇരിക്കുന്നത്. അതിൽ 1ാമത്തത് സവിതർക്ക സമാധി എന്ന് പറയും. സവിതർക്ക സമാധി, തർക്കം എന്നെല്ലാരും കേട്ടിട്ടുണ്ടാവും. എന്നാല് നമ്മുടെ ഭൗതിക അർത്ഥത്തിലുള്ള തർക്കമല്ല ഇത്. നമ്മൾ തർക്കം അവര് തമ്മിൽ തർക്കിക്കുകയാണെന്ന് പറയും. അതായത് ഒരു വിഷയത്തിൽ 2 അഭിപ്രായം പറയുമ്പോൾ തമ്മിൽ ഉണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് തർക്കം എന്ന് പറയും. എന്നാൽ ഇത് അതല്ല. ഇവിടെ സവിതർക്കം എന്ന് പറഞ്ഞ ഒരു സമാധി ഉണ്ട്, സവിതർക്ക സമാധി. അതിലാണ് എല്ലാവരും ആരംഭിക്കുക. നമ്മളൊക്കെ സവിതർക്ക സമാധിയിലാണ് നമ്മളുടെ ഒക്കെ ആരംഭം. എന്താണ് ഈ സവിതർക്ക സമാധി? കേട്ടോളൂ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നേരം രാത്രി 8:18 നിങ്ങൾ എല്ലാവരും വീട്ടില് നിങ്ങളുടേതായ കംഫർട്ടബിൾ സോണിൽ ഇരുന്ന് ഈ പ്രഭാഷണം കേൾക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നത് എന്റെ ശബ്ദം മാത്രമാണ്. പെട്ടെന്ന് നിങ്ങളുടെ റോട്ടില്, വീടിന്റെ പുറത്ത് റോട്ടിലോ പറമ്പിലോ
വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കാന്ന് വെച്ചോളൂ. ഇപ്പൊ 8:19 കേൾക്കാന്ന് വെച്ചോളൂ. എന്താ സംഭവിക്കുക അറിയോ? ഇപ്പൊ എന്നെ കേൾക്കുന്നത് 100ഓളം പേരും അവരുടെ കുടുംബാംഗങ്ങളോട്, ഒരു 400ഓളം പേര് എന്നെ കേൾക്കുന്നു ഞാൻ വിചാരിക്കുക. എന്താ സംഭവിക്കുക അറിയോ? ആ ശബ്ദം കേട്ടതോടുകൂടി നിങ്ങളുടെ 100 ആളുകളുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകും. എന്താ ചോദിക്കുക? എന്തേപ്പാ പൊട്ടി? അപ്പൊ എന്തിനാ ഇരിക്കണത്? സമാധിയെ കുറിച്ച് പറയാനിരിക്കുക. രാമായണത്തിന്റെ തത്വവിചാരം ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ പൊട്ടല്. എന്തേപ്പാ പൊട്ടി? അപ്പൊ നമ്മൾ ഓരോരുത്തർ മെല്ലെ വീഡിയോ ഓഫ് ചെയ്തു. ഓഡിയോ ഓൾറെഡി ഓഫാ, വീഡിയോ ഓഫ് ചെയ്തു. എന്താ സുരേഷ് സാർ അറിയണ്ട പോണത്, മൂപ്പര് വിചാരിച്ചോട്ടെ, ഇവിടെ ഇങ്ങനെ കേട്ടിരിക്കാന്ന് വിചാരിച്ചോട്ടെ, ഒക്കെ എഴുതിരിക്കാന്ന് വിചാരിച്ചോട്ടെ, അല്ലെങ്കിലേ പൊട്ടലാണ്, നഞ്ഞ ഇത് കൂടി വിചാരിച്ചോട്ടെ എന്നൊക്കെ കരുതി നമ്മൾ എന്ത് ചെയ്യും? ആ പൊട്ടിയത് കേൾക്കാൻ പോകും, അന്വേഷിക്കാൻ പോകും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അപ്പുറത്തുള്ള ചോദിച്ചു, എന്തേപ്പെന്ന് ചോദിച്ചു. അതാ റോട്ടിൽ കൂടെ പോയ വണ്ടീന്റെ ടയർ പൊട്ടിയതാണ്. അപ്പൊക്ക് എന്തായി? 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു, 3 സമാധി കഴിഞ്ഞു. 4ാമത്തെ സമാധിയിൽ വന്ന് നിൽക്കുമ്പോഴേക്ക് നമ്മൾ മിക്കവാറും സമാധി ആയിട്ടുണ്ടാവും. അപ്പൊ എന്താ അവിടെ സംഭവിച്ചു വെച്ചാൽ, ഒരു കാര്യം നടന്നു, അതിന്റെ കാരണം എന്താന്ന് അറിയാത്ത ഉള്ളൊരു മനസ്സമാധാനക്കേട്. ഇനി എപ്പോഴാ സമാധാനം ഉണ്ടാവുക? ആ കാര്യത്തിന്റെ കാരണം അറിയുന്നതോടു കൂടി അതിൽ സമാധാനം ഉണ്ടായി. അപ്പൊ എഴുതിക്കോളൂ, സവിതർക്ക സമാധി എന്ന് പറഞ്ഞാൽ കാര്യത്തിന്റെ കാരണം അറിയുമ്പോൾ ഉണ്ടാകുന്ന ശാന്തി അവസ്ഥയാണ് സവിതർക്ക സമാധി. ഇനി അത് അറിഞ്ഞില്ലെങ്കിലോ ഒരു സമാധാനമില്ല, അത് അറിഞ്ഞിട്ടേ ഒരു സമാധാനം ഉള്ളൂ. നോക്കിയുണ്ടോ, നമ്മൾ ദിവസവും എന്തൊക്കെ കഥകളാ കേൾക്കണ്. ഓരോരുത്തർ വന്നിട്ട് ഓരോ കഥ പറയും. അതിപ്പോ എന്തിപ്പോ അത് അങ്ങനെ ഉണ്ടായത്? അല്ല, എന്നാലും ഉണ്ടല്ലോ, ഈ രാമായണ മാസം കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, എന്നാലും ഉണ്ട് സുരേഷ് സാറേ, ഒരു മാസം ഞാൻ ഇരുന്ന് വായിച്ചു, എന്നിട്ട് എന്താ പ്രശ്നം? അല്ല, എനിക്കൊരു ഒരു ഉത്തരം കിട്ടണില്ല. എന്തേ? അല്ല, ഇത്ര ബലവാനായ ആ ഒരു ലക്ഷ്മണൻ മുന്നിൽ നടന്നിട്ട്, അതിനേക്കാൾ ബലവാനായ രാമൻ പിന്നിൽ നടന്നിട്ട്, അതിനെ നടുക്ക് നിർത്തിന ആ സീതേനെ പെന്തെ പൊരുക്ക് ഒന്നങ്ങോട്ട് രക്ഷിക്കാൻ പറ്റാതിരുന്ന, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ആ കാര്യത്തിന്റെ കാരണം അറിയാത്തോണ്ട് 30 ദിവസം രാമായണം കഴിഞ്ഞിട്ട് മൂപ്പർക്കൊരു സമാധാനം ഇല്ല. 4 പെന്തേപ്പത്, അങ്ങനെ ഒരു സംശയം. അപ്പൊ അത് ആരോ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അത് നമ്മളാ ജലന്ധർ എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസൻ ഉണ്ടായിരുന്നു, അറിയാലോ. അദ്ദേഹത്തിന്റെ ഭാര്യ വൃന്ദ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ വൃന്ദയുടെ എന്താ പറയാ, വൃന്ദയെ വൈധവ്യയോഗം ഉണ്ടാക്കി മഹാവിഷ്ണു. അപ്പൊ അതിൽ വൃന്ദ ശപിച്ചു, എനിക്ക് എന്റെ ഭർത്താവിൽ നിന്ന് വിയോഗം ഉണ്ടാക്കി തന്ന നീ ഇതേ സ്ഥലത്ത് വെച്ച് അതേ അനുഭവം നിനക്ക് ഉണ്ടാവട്ടെ എന്ന് മഹാവിഷ്ണുവിനെ ശപിച്ചു. അതാണ് അതേ സ്ഥലത്ത് എത്തിയപ്പോ സീതേനെ നഷ്ടപ്പെടാൻ കാരണം മഹാവിഷ്ണുവിന്, ഭഗവാൻ രാമന്. അതാ കാര്യല്ലേ? ഞാനിപ്പോ എന്തേപ്പോ 2 മാസമായിട്ട് കഴിഞ്ഞു, സമാധാനായി. വൃന്ദയുടെ ശാപം ഫലിച്ചതാണ് ഇവിടെ വെച്ച്, ഈ സ്ഥലത്ത് വെച്ച് തന്നെ, പഞ്ചവടിയിൽ വെച്ച് തന്നെ സീതയെ നഷ്ടപ്പെടാൻ കാരണം അത് ബലം കുറഞ്ഞുകൊണ്ടൊന്നും അല്ല എന്ന് ബോധ്യപ്പെട്ടു, സമാധാനായി. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെയാണ്. എന്തേപ്പാ കൃഷ്ണൻ ആ 10-35 വയസ്സായപ്പോഴേക്ക് ഇപ്പൊ വേടന്റെ അമ്പ് ഇത് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 18 ദിവസം നിന്ന് യുദ്ധം ചെയ്യാൻ കൂടന്നിട്ട് 10,000-കണക്കിന് അമ്പ് വന്നിട്ട് ഒരമ്പ് പോലും ആ വിരലിന്റെ തുമ്പത്തും കൂടി തൊടാണ്ടത് എങ്ങനെ ഇപ്പൊ ഈ കാട്ടിലിരിക്കുമ്പോ ഒരമ്പ് വന്ന്? അതെങ്ങനെയാ? ബാലിനെ ഒളിയം പെയ്തില്ലേ? ബാലിനെ ഒളിയം പെയ്തപ്പോ ബാലിക്ക് വീണ്ടും ജന്മം വേണ്ടേ? ബാലി അടുത്ത ജന്മത്തിൽ വന്നു കണ്ട് ഇതിന്റെ കണക്ക് തീർക്കണ്ടേ? അപ്പൊ ബാലി കണക്ക് തീർത്തതാണ്. അപ്പൊ വേടനോടൊന്ന് പറയുന്നുണ്ട്, സമാധാനമായി, നിന്റെ കർമ്മവും അവസാനിച്ചു, എന്റെ കർമ്മവും അവസാനിച്ചു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അവിടെ. എന്താ പറയാ, ഭാഗവതത്തിൽ ആ ഭാഗം ഒന്ന് വായിച്ചാൽ മതി, സ്വർഗാരോഹണം എന്ന് പറയുന്ന ഭാഗമൊക്കെ ഒന്ന് വായിച്ചാൽ മതി. അപ്പോ പറഞ്ഞു വന്നത്, കാര്യത്തിന്റെ കാരണം അറിയാത്തതിലുള്ള ദുഃഖവും അത് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും. അപ്പൊ ഒരു ശാന്തി ഉണ്ടായി. അതിന്റെ പേരാണ് എന്ത്? സവിതർക്ക സമാധി എന്ന്. ക്ലിയർ ആയല്ലോ? ഇത് വലിയൊരു വിഷയമാണ്, നമുക്ക് പിന്നെ വിശദമായിട്ട് പഠിക്കാം. അത് പാതഞ്ജല യോഗ സൂത്രം പഠിക്കുന്ന സമയത്ത് വളരെ ഡെപ്തിൽ നമുക്കിത് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ കാര്യം പഠിക്കുക. ഇതാണ് സവിതർക്ക സമാധി. അപ്പൊ കാര്യങ്ങളുടെ കാരണം അറിയാത്തതിലുള്ള ദുഃഖവും അറിഞ്ഞു കഴിഞ്ഞാലുണ്ടാവുന്ന ശാന്തി, ഇതാണ് സവിതർക്കം. ഇനി അടുത്തത് 2ാമത്തെ സമാധി, നിർവിതർക്ക സമാധി. നിർവിതർക്കം. അപ്പൊ ഒന്ന് സവിതർക്കാണ്, അവിടെ തർക്കമുണ്ട്, സതർക്കം, സ എന്നാണ് കൂട്ടിച്ചേർത്തതാ. 2ാമത്തെ നിർവിതർക്കം എന്ന് പറഞ്ഞതാണ്, അവിടെ തർക്കമില്ല. അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കയറി. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? സവിതർക്ക സമാധിയിൽ. ഇനി അടുത്തതിൽ എവിടെ എത്തണം? ഇതിൽ കുറെ കാലം ഇരുന്നാൽ
നമുക്ക് പുരോഗതി വേണം. 1-ാം ക്ലാസ്സിൽ അധിക കാലം ഇരിക്കരുത് കേട്ടോ. അവിടുന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ വേണം. അങ്ങനെ 2-ാം ക്ലാസ്സിലേക്ക് കയറി. അതാണ് നിർവിതർക്ക സമാധി എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഈ തർക്കങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് വരുമ്പോ തന്നെ ഒരു വേവലാതി ഇല്ല. അപ്പൊ ഇനി നിങ്ങളൊക്കെ നോക്കൂ, നാളെ മുതൽക്ക് നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല സങ്കടം ഉണ്ടാകും. എന്തേപ്പാ സീതേനെ നിങ്ങൾ ആരും ചോദിക്കില്ല. അല്ല, എന്നാലും ഇപ്പൊ ആ ബാലീനെ നിങ്ങൾ പറയില്ല. കാരണം എന്താ? ആ തർക്കത്തിന്റെ ഉത്തരം കിട്ടി. അപ്പൊ ഈ ലോകത്തിൽ എന്ത് കാര്യം സംഭവിക്കുമ്പോഴും അതിന്റെ പിറകിൽ ഒരു കാരണമുണ്ടെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമ്പോഴും സന്തോഷം. അതുകൊണ്ടാണ് 2 വാക്കുകൾ ഉണ്ടായത്. ഒന്ന് കാര്യസ്ഥൻ എന്ന ശബ്ദം ഉണ്ടായത്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ ജീവിക്കുന്ന ആളാണ്. കാരണം എന്താണെന്ന് അയക്കറിയില്ല, കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ 2-ാമത്തെ ആളുണ്ട് കാരണത്തിൽ ജീവിക്കുന്ന ആള്. അവരുടെ പേര് കാരണവർമാർ എന്നാണ്. നമ്മളൊക്കെ കേട്ടില്ലേ, കാരണവന്മാര് പറയും കേട്ടോളും ഉണ്ട് നിങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? ആരാണ് ഈ കാരണവന്മാര്? കാരണത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ, അല്ലെങ്കിൽ കാരണത്തിൽ പ്രജ്ഞനായിരിക്കുന്നവൻ. അവൻ അതിൽ വെച്ചാല് അവരെന്തായി, അവർക്ക് ഇപ്പൊ എന്ത് കേട്ടാലും പറയും അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. ഇപ്പൊ മുത്തച്ഛനും കുട്ടികളൊക്കെ കൂടി ഓണത്തിന്റെ സമയത്ത് ഇങ്ങനെ ഇരിക്കുക, അതിൽ പെട്ടെന്ന് റോട്ടിൽ കൂടെ ആൾക്കാർ കൂട്ടത്തോടെ ഓടടാ ഓട്ടം. അതിൽ കുട്ടികളൊക്കെ കൂടി മുത്തച്ഛ എന്തോ ആൾക്കാർ ഓടുന്നു, ഞങ്ങൾ ഓടട്ടെ, മുത്തച്ഛൻ പോയിരുന്നു ചോദിച്ചപ്പോ മുത്തച്ഛൻ പറഞ്ഞു ഒക്കെ നിങ്ങൾ പോയിക്കൊള്ളിയോ. അങ്ങനെ കുട്ടികളൊക്കെ പോയി കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പറഞ്ഞു, അതെ ഒരാള് മഹാബലിന്റെ വേഷം കെട്ടി വന്നത് കാണാൻ ഓടിയതാണ്. അപ്പൊ മുത്തച്ഛൻ എന്തേ പോരാഞ്ഞു ചോദിച്ചു. അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു, ഈ ആൾക്കാരൊക്കെ ഓടണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. അത്രേ ഉള്ളൂ, ആൾക്കാർ ഓടണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. എന്തിപ്പോ അയലക്കത്തെ ആ പെൺകുട്ടീനെ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ ഒഴിവാക്കി എന്നൊക്കെ കേട്ടല്ലോ, അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. നമുക്കോ എന്തേപ്പ ആ കാരണം അതറിയുടെ വരെ ഒരു സമാധാനമല്ലേ. അതായത് ആരെങ്കിലും അത് പറഞ്ഞൊന്ന് കേട്ടിട്ട് വേണം സമാധാനാവാൻ. അപ്പൊ നമ്മള് സവിതർക്ക സമാധിയില്, കാരണവന്മാര് നിർവിതർക്ക സമാധിയില്. അപ്പൊ സമാധിയുടെ 2-ാം ഘട്ടം മനസ്സിലായല്ലോ, നിർവിതർക്കം എന്ന് വെച്ചാൽ എന്ത് കേട്ടാലും അതിന് പിന്നിലൊരു കാരണം ഉണ്ട് എന്ന് മനസ്സിലാവുക. അതാണ് 2-ാമത്തെ സമാധി എന്ന് പറയുന്നത്. ഈ ഘട്ടവും കുറെ കാലം നമ്മൾ ഇരിക്കണം കേട്ടോ. അവിടെ ഇരിക്കണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം പരിശോധിക്കണേ, എവിടെയാണ് ഇരിക്കുന്നത്. 3-ാമത്തെ സമാധിയിലേക്ക് കയറുമ്പോൾ അവിടെ പേര് സവിചാര സമാധി എന്നാണ്. സവിചാര സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പ്രത്യേകത അറിയാലോ, മനഃശാസ്ത്രത്തിൽ പറയും ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ചുരുങ്ങിയത് 50 ലക്ഷം ചിന്തകളാണെന്ന്. 50 lakhs. അത്രമാത്രം ചിന്തകൾ ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ കടന്നുകൊണ്ടുവന്നു. ആലോചിച്ച് നോക്കൂ, എന്തോരം ചിന്തകളാ, വിചാരങ്ങൾ വന്നും പോയി. അപ്പൊ അതിങ്ങനെ വന്നും പോയി കൊണ്ടും ഇങ്ങനെ ഇരിക്കും. ആ വരവ് വരുന്ന സമയത്ത് വിഷമം ഉണ്ടാവും, പോകുമ്പോൾ വിഷമം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം ഈ വിചാരങ്ങളുടെ വരവും പോക്കുമാണ്. എന്നാൽ സവിചാര സമാധിയിൽ എത്തുമ്പോൾ ഈ വിചാരങ്ങൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും തന്നെ സ്പർശിക്കണില്ല. വിചാരങ്ങളുണ്ട്, വികാരങ്ങളും ഉണ്ട്, ഇതൊന്നും തന്നെ ബാധിക്കണില്ല. അതാണ് ജനക മഹാരാജാവിന്റെ അവസ്ഥ. സീതയുടെ അച്ഛന്റെ അവസ്ഥ അതാ, ഒന്നും ബാധിക്കണില്ല. ആ ഒരു ഘട്ടം, 3-ാം ഘട്ടം വളരെ സുപ്രധാനമാണ്. അപ്പോൾ വിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്, എല്ലാം വരുന്നുണ്ട്, പോകുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ ബാധിക്കണില്ല. ചില വീട്ടിൽ കണ്ടിട്ടുണ്ടോ, വളരെ പ്രായമായിട്ടുള്ള ചില മുത്തശ്ശന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് കുട്ടികളുടെ കൂട്ടുകാര്, നാട്ടുകാരൊക്കെ കയറി വരുന്നു, രാഷ്ട്രീയക്കാർ വരുന്നു, അമ്പല കമ്മിറ്റിക്കാർ വരുന്നു, പിരിവാര് വരുന്നു. ഇതൊന്നും മൂപ്പരെ ബാധിക്കില്ലല്ലോ. ആരൊക്കെയോ വരുന്നു, ആരൊക്കെയോ പോണു, മൂപ്പര് ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അതുപോലത്തെ ഒരു മാനസിക അവസ്ഥയാണ്, ഒരു മനസ്സിന്റെ ഒരു സമാധി അവസ്ഥയാണ് സവിചാര സമാധി എന്ന് പറയാം. വിചാരങ്ങളുണ്ട്, പക്ഷെ തന്നെ ബാധിക്കണില്ല. ഇനി അടുത്തത് 4-ാമത്തത്, സമയമില്ലാത്തതുകൊണ്ടാണ് ഓടിച്ചു പോണ കേട്ടോ. 4-ാമത്തത് നിർവിചാര സമാധി. അപ്പൊ എന്തായി, നിർവിചാര സമാധി എത്തുമ്പോ അവിടെ വിചാരങ്ങളും ഇല്ല, വികാരങ്ങളും ഇല്ല, ചിന്തകളും ഇല്ല, അങ്ങനെ ഇരിക്കുക, ഒന്നുമില്ല, എല്ലാം കെട്ടടങ്ങി. അപ്പൊ മനസ്സിലേക്ക് എന്തു വരുന്നില്ല, ചിന്തകളൊന്നും വരുന്നില്ല, വിചാരങ്ങളും ഇല്ല, വികാരങ്ങളും ഇല്ല, അങ്ങനെ ഇരിക്കണം. ഇതിനെയാണ് നിർവിചാര സമാധി എന്ന് പറയാം. ഇനി കേട്ടോളൂ, കേട്ട് ഞെട്ടണ്ട കേട്ടോ. ആരെങ്കിലും ഇരിക്കുന്നവരൊക്കെ ഒന്ന് മുറുക്ക പിടിച്ചിരുന്നോളുണ്ട്. കാരണം ഇതുവരെ നമ്മൾ പഠിച്ചു വെച്ചൊരു സാധനം തിരുത്താൻ പോവാ. എന്താണെന്നറിയോ, ഈ നിർവിചാര സമാധിയാണ് ഭൗതിക ജീവിതത്തിന്റെയും ആധ്യാത്മിക ജീവിതത്തിന്റെയും
അതിർത്തി. എന്ന് വെച്ചാൽ ഇവിടെ എത്തിയ ഒരാളാണ് ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നത്. എങ്ങനെ ഉണ്ട് നമ്മളൊക്കെ വിചാരം എന്താപ്പം? പുട്ടപ്പുറത്തി പോയി സ്വാമിനെ കണ്ടു, 4 ഭജനയും പാടി, ഇപ്പൊ എന്താ പരിപാടി? ഞാൻ ഇപ്പൊ കംപ്ലീറ്റ് സ്പിരിച്വൽ ലൈഫാണ്, കംപ്ലീറ്റ് ആധ്യാത്മിക ജീവിതത്തിലാണ്. ഇപ്പൊ നാമജപമൊക്കെ തുടങ്ങി, രാവിലെ നേരത്തെ എഴുന്നേക്കും, ഓങ്കാരമുണ്ട്, സുപ്രഭാതം ഉണ്ട്, പൂജയുണ്ട്, ജപമുണ്ട്, അമ്പലത്തിൽ പോക്കുണ്ട്, ഫുൾ ആത്മീയതയാണ്. എന്നാൽ അത് ഇനി വല്ലാണ്ട് പ്രസംഗിക്കേണ്ട. കാരണം ആധ്യാത്മിക ജീവിതം തുടങ്ങുന്നത് നിർവിചാര സമാധിയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇതും ഞാൻ പറഞ്ഞതല്ല, ഇത് പാതഞ്ജല മഹർഷി പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഒരു സാധകനിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണേ. 3 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഇങ്ങനെ കിനിഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു റീസണും വേണ്ട ആനന്ദത്തിന്. അപ്പൊ നമുക്കൊക്കെ ആനന്ദത്തിന് എന്ത് വേണം? ഒരു റീസൺ വേണം, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ളൊരു വാർത്ത കേൾക്കണം, നല്ലൊരു സന്തോഷമായി. അപ്പോഴേ നമുക്കൊരു റീസൺ വേണം. എന്നാൽ ഇവിടെ ഒരു റീസണും ഇല്ലാണ്ട് 24 മണിക്കൂറും പരമാനന്ദം ഇങ്ങനെ കിനിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത് എന്തായാലും പറയാൻ എനിക്കറിയില്ല. അതിങ്ങനെ കിനിയ, അതായത് പൂവിൽ നിന്ന് തേൻ കിനിയും പോലെ ആനന്ദം ഇങ്ങനെ വരിക, അത് പോവാണ്ടങ്ങനെ നിൽക്കുക. അതാണ് ഇതിന്റെ ഒരു ലക്ഷണം. അപ്പൊ നിർവിചാര സമാധിയിൽ എത്തിയോ ഇല്ലേ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ലക്ഷണം എന്ന് പറയുന്നത് ഈ 3 ആദ്യത്തേത് ഉണ്ടോ എന്ന് നോക്കുക. ഇനി രണ്ടാമത്തത് എന്താണ്? ജ്ഞാനോദയം ഉണ്ടാവും. ഒന്നെന്തുണ്ടാവും? ആനന്ദം കിനിയാൻ തുടങ്ങും. 2, ജ്ഞാനം ഉദിക്കും. എന്ന് വെച്ചാൽ സർവ അറിവുകളും പ്രകാശിക്കാൻ തുടങ്ങും. എന്തു ചോദിച്ചാലും ഉത്തരം, എവിടുന്നും ചോദിക്കാം, റെഡിയാണ്. അതിങ്ങനെ ഒഴുകാൻ തുടങ്ങും. കാരണം എന്താ? നമ്മളെല്ലാവരും എല്ലാ ജ്ഞാനത്തിന്റെയും മൂർത്തികളും. അതെല്ലാവരും മനസ്സിലാക്കണം. ഈ പ്രസംഗിക്കുന്ന എനിക്ക് കുറച്ച് കൂടുതൽ അറിവുണ്ടെന്ന് ആരും ധരിച്ചു വെക്കരുത്. എന്നേക്കാൾ എത്രയോ അറിവിന്റെ നിറകുടങ്ങളാണ് എന്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കുന്നത്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ ഭഗവാൻ തെരഞ്ഞെടുത്തു എന്നും അതൊരു ഉപകരണമായി എന്ന് മാത്രമേ. എല്ലാവരും ഈ അറിവിന്റെ നിറകുടമാണ്. പക്ഷെ എന്താ പ്രശ്നം? അത് നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് പ്രകാശിച്ചു വരണമെങ്കിൽ ഈ 4ാമത്തെ സ്റ്റേജിലെത്തണം, നിർവിചാര സമാധി. അപ്പൊ നിർവിചാര സമാധിയിൽ എത്തിയ ഒരാളുടെ 1ാമത്തെ ലക്ഷണം അത് സദാ ആനന്ദ സ്വരൂപിയായിരിക്കും. അതോടൊപ്പം തന്നെ ജ്ഞാനത്തിന്റെ ഉദയം എല്ലാം അങ്ങോട്ട് ഉണ്ടാവും. 3ാമത്തതാണ് ഏറ്റവും പ്രധാനം, ഭയം ഉണ്ടാവില്ല, നിർഭയത്വം. ഒന്നിലും ഭയമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു മൂർക്കം പാമ്പ് ഇങ്ങനെ വന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, ദേ ഒരു മൂർക്കം പാമ്പ് വരുന്നു, വന്നോട്ടെ, മൂർക്കം പാമ്പ് വന്നോട്ടെ. മൂപ്പര് വന്നാൽ ശരീരത്തിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി, ഇവിടെ ഒന്നും തിന്നാൻ കിട്ടണില്ല എന്ന് പറഞ്ഞ് മൂപ്പര് ഇറങ്ങിപ്പോവും. അതൊന്നും തന്നെ ബാധിക്കണില്ല, ഇതൊന്നും അറിയണേ ഇല്ല, അങ്ങോട്ടൊന്നൊരു ചിന്തയില്ല, അതിന് ചിന്തകളില്ലല്ലോ, കെട്ടടങ്ങിയല്ലോ. അപ്പൊ ഈ 3 ഘട്ടങ്ങൾ വരുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ഭൗതിക ജീവിതത്തിന്റെ കെട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ആധ്യാത്മിക ജീവിതത്തിന്റെ 1ാമത്തെ പടിയിൽ കയറി എന്ന് മനസ്സിലാക്കാം. അപ്പൊ അടുത്തൊരു ചോദ്യം, പിന്നെ എന്താണ് ഉണ്ടാവുക? നമ്മളുടെ ഒരു ജിജ്ഞാസ എങ്ങനെയാണ് പോവുക? ഞാനൊക്കെ ഇങ്ങനെയാ പഠിച്ചത്. നമുക്കൊക്കെ ഞാൻ ഈ വളരെ ചെറുപ്പകാലത്ത് പഠിച്ചതുകൊണ്ട് ഈ കുരുട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അന്ന് ഇത്രയും കേട്ടു. അപ്പൊ ഗുരു ഇരുത്തി ഇങ്ങനെ പറഞ്ഞു തരിക. അപ്പൊ ഞാൻ ചോദിച്ചു, രാവിലെ ഒരു 4 മണി 5 മണി സമയം. അപ്പൊ ചോദിച്ചു, ഇതിപ്പോ 3 വന്നാല് പിന്നെന്താ കിട്ടുക ചോദിച്ചു. നമുക്ക് അങ്ങനെയാണല്ലോ, അന്നത്തെ പ്രായം അതല്ലേ, എന്താ കിട്ടുക എന്നാണ് ചോദിക്കുക. അതിൽ പറഞ്ഞതാണ് രസകരമായ ഒരു 3 കാര്യം കൂടി പറഞ്ഞു. അതിനോട് പറഞ്ഞു, എടാ മണ്ട, നിന്റെയൊക്കെ ബുദ്ധി തെളിയുന്നു പറഞ്ഞു. എന്നോട് പറഞ്ഞൊരു വാക്കാ, മണ്ട, നിന്റെയൊക്കെ ബുദ്ധി തെളിയുന്നു. അപ്പോൾ നിർവിചാര സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി തെളിയും. അപ്പൊ എങ്ങനെ ഈ ബുദ്ധി തെളിയ? ബുദ്ധി എന്ന് പറഞ്ഞാൽ എത്രണ്ണം? 3. കുടുങ്ങിയല്ലോ, എന്തൊക്കെ പഠിക്കണം. ഇപ്പൊ രാമായണം പഠിക്കാൻ പോയിട്ട് ഇപ്പൊ ബുദ്ധിയിലെത്തി. എത്ര ബുദ്ധിയുണ്ട്? 3 ബുദ്ധി. 1ാമത്തെ ബുദ്ധി ഏതാ? ഇപ്പൊ നമ്മളിലൊക്കെ പ്രവർത്തിക്കുന്ന ബുദ്ധി, ശ്രുത ബുദ്ധി. എഴുതി വെച്ചോളൂ. ബുദ്ധി നമ്പർ 1 ശ്രുത ബുദ്ധി. അതായത് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അതുവഴി വികസിക്കുന്ന ബുദ്ധി. ഇപ്പൊ നിങ്ങൾക്ക് 4 ആഴ്ചയായിട്ട് രാമായണത്തിന്റെ പല കോണുകളിലൂടെ സഞ്ചരിച്ചപ്പോ പലതും കേട്ടപ്പോ നിങ്ങളുടെ ബുദ്ധി അതിനനുസരിച്ചൊന്ന് വികസിച്ചില്ലേ? പറയണ എന്റെയും അതിനനുസരിച്ചിട്ടൊന്ന് വികസിച്ചു. ശ്രുത ബുദ്ധി എന്ന്, കേട്ട ബുദ്ധി. അതായത് ഒരു കാര്യം, ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള അറിവ് കേട്ടപ്പോ ബുദ്ധി തെളിഞ്ഞതാണ് ശ്രുത ബുദ്ധി. ഇനി എന്താ സംഭവിക്കുക? ഇന്നത്തെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിച്ചു കിടന്നുറങ്ങി, കുറച്ചേരം ഉറങ്ങാണ്ട് കിടക്കുമല്ലോ. ആ സമയത്ത് എന്ത് ചെയ്യും?
ഈ കേട്ട സംഭവത്തെ ശ്രുതബുദ്ധി എന്ത് ചെയ്യും? അടുത്ത ബുദ്ധിനെ കൊണ്ടൊന്ന് പരിശോധിപ്പിക്കും. അതിന്റെ പേരാണ് യുക്തബുദ്ധി എന്ന് പറയാം. യുക്തബുദ്ധി, അതായത് യുക്തിസഹമായിട്ട് അതിനൊക്കെ ഒന്ന് പരിശോധിക്കും. ഈ സുരേഷ് സാറ് പറഞ്ഞൊക്കെ ശരി തന്നെയാണോ? ഇതൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനെ ഒരു യുക്തി കൊണ്ടൊന്ന് അന്വേഷിക്കുക, അവനവന്റെ യുക്തി ഉപയോഗിക്കുക. അതാണ് യുക്തബുദ്ധി എന്ന് പറയാം. അപ്പൊ ബുദ്ധി നമ്പർ 1 ശ്രുതബുദ്ധി, ബുദ്ധി നമ്പർ 2 യുക്തബുദ്ധി. എന്നാൽ ഇത് രണ്ടും കൊണ്ട് നമുക്കൊരു ഉപകാരവും ഇല്ല, ഒരു ഗുണവും ഇതുകൊണ്ട് രണ്ടും കൊണ്ടും ഇല്ല. എന്നാൽ ഈ രണ്ടും അല്ല നമ്മളുടെ നിർവിചാര സമാധി അവസ്ഥയിൽ നമ്മളിൽ ഉണരുക അഥവാ വികസിക്കുക. അവിടെ വികസിക്കുന്ന ബുദ്ധിയുടെ പേര് എഴുതി വെച്ചോളൂ, ഋതംബരാ ബുദ്ധി എന്നാണ്. ഋതം, ആ എന്നുള്ള അക്ഷരല്ലേ, അതാണ് മലയാളത്തിൽ എന്ന് എഴുതുമല്ലോ, ഋഷി, അതാണ് ഋതംബരാ ബുദ്ധി. ഋതംബരാ ബുദ്ധി. എന്താ ഈ ഋതംബരാ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് പാരമാർത്ഥികമായ സത്യം ബോധിക്കുന്ന ബുദ്ധി. എന്താ ചേച്ചി ചോദിച്ചു? ഋതം, ഋതം, ഇങ്ങനെ ഋതംബരാ ബുദ്ധി, ഋതംബരാ ബുദ്ധി. അത് സത്യം വദിഷ്യാമി ഋതം വദിഷ്യാമി എന്നൊക്കെ കേട്ടില്ലേ? താന്നാണോ ചോദിച്ചത്? ഋതംബരയാണ്, തായാണ്. സോറി, ഞാൻ ചോദിച്ചത് ഏതാന്ന് കേട്ടില്ല. ഋതംബര, തത്തയുടെ ത, ഋതംബര. അതായത് സത്യം വദിഷ്യാമി ഋതം വദിഷ്യാമി എന്ന് കേട്ടില്ലേ? അതില് സത്യം എന്ന് പറഞ്ഞാല് പ്രാതിഭാസിക സത്യമാണ്, ഋതം എന്ന് പറഞ്ഞാല് പാരമാർത്ഥിക സത്യമാണ്. പരമമായ സത്യത്തെയാണ് ഋതം എന്ന് വിളിക്കുക. എന്നാൽ നമ്മൾ പറയുന്ന സത്യത്തെയാണ് സത്യം എന്ന് വിളിക്കുക. സത്യവും ഋതവും രണ്ടാണ് കേട്ടോ, ഒരേ സത്യമല്ലേ. അപ്പോൾ പാരമാർത്ഥികമായ സത്യം, പരമമായ യാതൊരു കാലത്തും മാറ്റമില്ലാത്ത സത്യമാണ് പാരമാർത്ഥിക സത്യം. അതാണ് ഋതംബര, അതിന്റെ ബുദ്ധിയാണ് ഋതംബര ബുദ്ധി. അപ്പോൾ ഈ ഋതംബര ബുദ്ധി ഇങ്ങോട്ട് തെളിയും എവിടെ എത്തുമ്പോ? ഈ 4ാമത്തെ സമാധി എത്തുമ്പോ. അതിന്റെ പേരെന്താണ്? നിർവിചാര സമാധി. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രനായി എന്നാണ്, ശരിക്കും വളരെ സ്വതന്ത്രനായി. അപ്പൊ ഇവിടെ എത്തലാണ് ഒരു പരിശ്രമത്തിലൂടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. എന്നാ നമുക്ക് ആധ്യാത്മിക ജീവിതം തുടങ്ങിയെന്ന് കാണാം. ഇനി 2 കൂടി പറഞ്ഞ് വേഗം നിർത്താം, സമയം പോകുന്നു. പക്ഷെ ഇതിന്റെ ഭാഗമായതുകൊണ്ടാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. അടുത്തത് സവികൽപ്പ സമാധി, 5ാമത്തെ സമാധി സവികൽപ്പ സമാധി. അപ്പൊ ഈ 4ാമത്തെ ഘട്ടവും കഴിഞ്ഞ് നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവും? നാമരൂപങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് സവികൽപ്പ സമാധിയിൽ ഇരിക്കുന്ന ഒരാള്, അയാളോട് അമ്മ എന്ന് പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞ ശബ്ദമാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ അതിന്റെ രൂപം ഉണ്ടാവും, അമ്മയുടെ രൂപം വരും. പക്ഷെ നമുക്ക് എന്തും കൂടി ഉണ്ടാവും? അമ്മ എന്ന രൂപം ഉണ്ടാവുമ്പോൾ അതിനൊരു ഭാവം കൂടി വരും, ഇല്ലേ? തേള് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു പേടിപ്പെടുത്തുന്ന ഒരു ഭാവം ഉണ്ടാവും. പാമ്പ് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ രൂപം ഉണ്ടാവും, അതിന്റെ ഭാവവും വരും. എന്നാൽ സവികൽപ്പ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നാമം ഉണ്ടാവും, അതിന് രൂപം ഉണ്ടാവും, പക്ഷെ ഭാവം ഉണ്ടാവും. നാമരൂപങ്ങൾക്ക് ഭാവമില്ലാത്ത അവസ്ഥയാണ് സവികൽപ്പ സമാധി. അതുകൊണ്ട് എന്താണ്? അമ്മ എന്ന് കേട്ടാലും ആന എന്ന് കേട്ടാലും ഒക്കെ ഒരേമാതിരി. അമ്മ വന്നു ആയിക്കോട്ടെ, ആന വന്നു ആയിക്കോട്ടെ. നോക്കൂ, അമ്മ വരുന്നതും ആന വരുന്നതും ഒരുപോലെയാണ്. എന്നാൽ നമുക്ക് അങ്ങനെയാണ്, അമ്മ വരുന്നതും ആന വരുന്നതും ഒരുപോലെയാണ്? അല്ലല്ലോ, വ്യത്യാസമല്ലേ? അപ്പൊ അവിടെ ഭാവം നഷ്ടപ്പെട്ടു. അതാണ് സവികൽപ്പ സമാധി. ഇനി ഏറ്റവും അവസാനത്തെ സമാധിയാണ് നിർവികൽപ്പ സമാധി. നിർവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് അവിടെ നാമം ഉണ്ടെങ്കിൽ അതിന് രൂപവും ഇല്ല, ഭാവവും ഇല്ല, ഒരു ശബ്ദം മാത്രം. നാമത്തിന് രൂപവും ഇല്ല, ഭാവവും ഇല്ല. ആ അവസ്ഥയിൽ ശരീരം ചിലപ്പോൾ തണുത്തു പോകും, പൾസൊക്കെ കുറയും, പക്ഷെ മരണപ്പെടില്ല, ശരീരം നശിക്കില്ല, എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരാളെയാണ് സമാധി ഇരുത്തുക. എന്ത് ചെയ്യും? ഒരു കുഴിയൊക്കെ കുഴിക്കും, എന്നിട്ട് ചമ്മരം പഠിച്ചിരുത്തും, തലയിലൊരു കുടം വെക്കും, എന്നിട്ട് ഭസ്മം കൊണ്ട് മൂടും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ശരീരത്തിന് നാശമില്ല കേട്ടോ. ഇനി വേറെ ഞെട്ടിക്കുന്ന കഥ പറയട്ടെ, എപ്പ വേണമെങ്കിലും തിരിച്ചു വരാം, എപ്പ വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ
പുട്ടപ്പർത്തിയിൽ എന്താ സംഭവിച്ചതെന്ന് ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറയാൻ ഞാൻ അത്രേ പഠിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് ഭഗവാൻ പല രൂപത്തിൽ വരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ ഞാൻ ഇനി പറയണോ? ഭഗവാൻ വരുവോ? വരില്ലേ? സൂക്ഷ്മരൂപം ഉണ്ടാവുമോ ഇല്ലയോ? നിങ്ങളൊന്ന് പറയും. ഇതാണ് സമാധി എന്ന് പറഞ്ഞത്. ഇതാണ് പുട്ടപ്പർത്തിയിൽ സംഭവിച്ചത്. പുട്ടപ്പർത്തിയിൽ സംഭവിച്ചത് ഇതാണ്. നാമരൂപങ്ങൾക്കൊക്കെ ഭാവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. നോക്കൂ, എന്തൊരു സയൻസാ നോക്കൂ, ഇത്ര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ കാലങ്ങളോളം നിങ്ങൾ പിന്നെ പരമഹംസ യോഗാനന്ദന്റെ ബുക്കൊക്കെ വായിക്കണം, ദ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയൊക്കെ വായിക്കണം, ബാബാജിയുടെ കഥകളൊക്കെ കേൾക്കണം. ഇന്നും ഹിമാലയത്തിൽ പലരും പ്രത്യക്ഷരാണ്. ഹിമാലയത്തിൽ പലരും പ്രത്യക്ഷരാണ്. ആസ്ട്രൽ ബോഡിയിൽ അവർ സഞ്ചരിക്കുന്നുണ്ട്. ഭഗവാൻ സത്യസായി ബാബ ആസ്ട്രൽ ബോഡിയിൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടെന്നേ. അനുഭവവേദ്യമാകാൻ നമ്മൾക്ക് കഴിവില്ലാതെ പോയത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, സവികൽപ്പ സമാധിയിൽ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിർവികൽപ്പ സമാധിയിൽ എന്തെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടോ? എന്നാലല്ലേ ഇതൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. സവിതർക്ക സമാധിയിൽ പോലും എത്തിയിട്ടില്ല, തർക്കം തന്നെ തീർന്നിട്ടില്ല. ഇതാണ് അവസ്ഥ. അപ്പോ ഈ ഒരു മാനസിക അവസ്ഥയിൽ ഒരു ജീവൻ എത്തുന്നതിനെയാണ് രാമായണത്തിൽ പട്ടാഭിഷേകം എന്ന് പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഇനി ഇതിന് തത്വം വിചിന്തനം ചെയ്യാൻ എന്റെ അറിവ് എന്നെ പര്യാപ്തനാക്കുന്നില്ല. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇത് പഠിപ്പിക്കാൻ തപസ്വാധ്യായ നിരതം, തപസ്സിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ജന്മം മഹത്തരമാണെന്നും ഈ ഒരു ജന്മം കൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരം നേടണമെന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്ന മഹത്തരമായ ഗ്രന്ഥമാണ് രാമായണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഈ കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം ക്ലോസ് ചെയ്യണ്ടേ? എന്താ ചർച്ച ചെയ്യുന്നത്? ഇതിന്റെ ഫിലോസോഫി എന്താണ്? നോക്കൂ, ഞാൻ അത്രയും കയറി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ ഫിലോസോഫി എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ ഒരു ഇതിഹാസം നമുക്ക് 5 കാര്യങ്ങൾ പറഞ്ഞു തരണം. ഒന്നെന്താണ്? പ്രാപ്തുശ്ച ബ്രഹ്മണോ രൂപം, പരബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താന്ന് കാണിച്ചു തരണം. കാണിച്ചു തന്നു. രാമനും സീതയും എന്താന്ന് എങ്ങനെയാന്ന് കാണിച്ചു തന്നു. അപ്പൊ ഇതിഹാസം ആ ശാസ്ത്ര പ്രമാണത്തോട് നീതി കാണിച്ചു. 2, ജീവാത്മ സ്വരൂപം എന്താന്ന് പറഞ്ഞു തരണം. അത് ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഇനി അടുത്തതായിരുന്നു ഏറ്റവും പ്രധാനം, ജീവാത്മാവിന് പരമാത്മാവിൽ എത്താനുള്ള ഉപായം പറഞ്ഞു തരണം. ആ ഉപായം 2 എണ്ണാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒരു ഉപായം എന്താ? ഭക്തിയോഗം എന്ന് പറഞ്ഞു. എന്താ ഭക്തിയോഗം? ഭക്തി വേറെ, ഭക്തിയോഗം വേറെ. ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഒരു വിമാനം പോലെ കണക്കാക്കാം. അതിന് 2 ചിറകുകളാണ്. അതൊന്ന് ജ്ഞാനമാർഗം, മറ്റൊന്ന് കർമ്മമാർഗം. അപ്പൊ ഭക്തിയിലൂടെ ഒരാൾക്കും മുക്തി കിട്ടില്ല. പകരം ഭക്തി യോഗത്തിലൂടെ മാത്രമേ മുക്തി കിട്ടുകയുള്ളൂ എന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു. ഉപനിഷത്ത് വിദ്യകളൊക്കെ അതാ പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മവിദ്യകളൊക്കെ അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്തി യോഗം എന്ന് പറയുന്നത് എന്തൊക്കെ കൂടുമ്പോഴാണ് ഭക്തി യോഗമാവുക? ഭക്തി പ്ലസ് ജ്ഞാന കർമ്മയോഗങ്ങൾ ചേരണം. അപ്പൊ അതിൽ ആദ്യം ഏതാ വേണ്ടത്? കർമ്മയോഗം. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മയോഗം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ ഒരു കർമ്മമാണ്, കേൾക്കുന്നത് നിങ്ങളുടെ കർമ്മമാണ്. അതുവഴി നമുക്ക് എനിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുന്നു? കർമ്മയോഗത്തിലൂടെ നമുക്ക് ജ്ഞാനയോഗം ഉണ്ടാകുന്നു. അഥവാ നമ്മൾ ജ്ഞാനം നേടുന്നു. ഇനി നേടിയ ജ്ഞാനത്തെ നമ്മൾ എന്ത് ചെയ്യണം? വരും ദിവസങ്ങളിൽ നമ്മളിൽ ഉറപ്പിച്ചു നിർത്തണം. അതാണ് അഷ്ടാംഗ യോഗം. അപ്പോൾ കർമ്മയോഗം, കർമ്മയോഗത്തിൽ നിന്ന് ജ്ഞാനയോഗം, ജ്ഞാനയോഗത്തിൽ നിന്ന് അഷ്ടാംഗ യോഗം. നോക്കൂ, അഷ്ടാംഗ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അതിൽ സമാധിയും ഞാനിപ്പോ ഒന്ന് വ്യാഖ്യാനിച്ചു. കാരണം ഏറ്റവും പരമമായത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മോക്ഷം കിട്ടുള്ളൂ. എളുപ്പമാണോ? അതും കഴിഞ്ഞാൽ കിട്ടൂല. ആ മരണസമയത്ത് ഭഗവാനെ ധ്യാനിക്കും കൂടി വേണം, എന്നാലേ മോക്ഷം കിട്ടുള്ളൂ. ഇനി ഇത്രയും മെനക്കെട്ട ഒരു കാര്യമാണോ ഒരു ഇതിഹാസം നമ്മളെ പഠിപ്പിക്കുന്നത്? നമുക്കൊരു ചോദ്യം വരില്ലേ? എന്തിനാണ് ഇതിഹാസം കൊണ്ടുവന്നത്? കടുകട്ടിയായ ഈ ആത്മീയമായ പാതകളെ ലഘൂകരിച്ച് കാണിച്ചു തരണം, സിംപ്ലിഫൈഡ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ അതിൽ 2ാമത്തെ മാർഗം, എല്ലാം 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ 2ാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ന്യാസവിദ്യ അഥവാ ശരണാഗതി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി, ഇന്ന് പൂർത്തിയാക്കി അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ 32
ബ്രഹ്മവിദ്യകളിൽ ഒരു വിദ്യയായ ന്യാസവിദ്യ, അതിന്റെ മറ്റൊരു പേരാണ് ശരണാഗതി. ഏതൊരു സാധകനും ഈ ജന്മത്തിൽ തന്നെ ഈ പരമമായ നമ്മൾ ഈ പറഞ്ഞ ലക്ഷ്യം നേടാൻ, ഈവൻ ഈ പറഞ്ഞ ഈ സമാധി സ്റ്റേജിലൂടെ ഒക്കെ കടന്നുപോയി അവിടെ എത്താൻ എളുപ്പമാർഗമായി ശാസ്ത്രങ്ങൾ ഉപദേശിച്ചിരിക്കുന്ന ബ്രഹ്മവിദ്യയാണ് ന്യാസവിദ്യ അഥവാ ശരണാഗതി. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് എനിക്ക് ഈ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഓരോന്നിങ്ങനെ എന്നോട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ഒരു ചെറിയ കുഴപ്പം എന്താന്ന് ഞാൻ പറയാം. കുഴപ്പം എന്താന്ന് വെച്ചാൽ ഈ വ്യാസപീഠം ഇരിക്കുന്ന സ്ഥലം വ്യാസപീഠമാണ്. അത് ഗുരു പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പ്രഭാഷണത്തിന് ഇരിക്കുന്ന സ്ഥലം അവിടെ ആദ്യം നമസ്കരിക്കും. നമസ്കരിച്ചിട്ട് ഒരു മൂലമന്ത്രവും ചില ജപങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ഇരിക്കുക കേട്ടോ. അപ്പൊ അത് ഗുരു പറഞ്ഞു തന്ന എന്താ വെച്ചാൽ ഇത് വ്യാസൻ ഇരിക്കുന്ന പീഠം. അവിടെ ഇരുന്നാ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമ്മളിലൂടെ സംസാരിക്കുക വ്യാസനാണ്. അപ്പൊ വ്യാസനോട് പ്രാർത്ഥിച്ച് ഇത് പിന്നെ വ്യാസപീഠമാണ് എന്ന് ധ്യാനിച്ചിട്ട് ഇവിടെ നിന്നിരുന്നാൽ പിന്നെ സംസാരിക്കുക വ്യാസനാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. അപ്പൊ അതുകൊണ്ടുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ പലതും ഇങ്ങനെ സ്മൃതിയിൽ വരും. ചിലത് പറയണ്ടെന്നൊക്കെ വിചാരിച്ചാലും അത് പറയാൻ വിചാരിക്കാത്തതും കൂടി ഉള്ളിലേക്ക് കയറി വരും. അപ്പൊ അതിലൊരു ഒരു കാര്യം കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഈ മോക്ഷം എന്ന് പറയുന്ന ശബ്ദത്തെ നമ്മള് ഒരു ഒറ്റയടിക്കങ്ങ് സിംപ്ലിഫൈഡ് ആയിട്ട് എടുക്കരുത്. മോക്ഷത്തെ കുറിച്ചിട്ട് നിരവധി ശാസ്ത്രങ്ങൾ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ഔട്ട്ലൈൻ കവർ ചെയ്തിട്ട് നമുക്ക് ഈ ന്യാസവിദ്യയിലേക്ക് വന്നാലേ നിങ്ങൾക്ക് ആ ഒരു ജ്ഞാനം പൂർണ്ണമാവുള്ളൂ. അത് നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു അറിവുണ്ടല്ലോ, അത് പൂർണ്ണമാവണമെങ്കിൽ ഈ മോക്ഷം എന്ന് പറയുന്ന ശബ്ദത്തെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ അവതരിപ്പിച്ചതെന്നും കൂടി മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരേ രീതിയല്ല. അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കൃതിയിൽ ഭാരതീയ സനാതന ധർമ്മത്തിന്റെ ഒരു അറിവിന്റെ ലോകത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഗുണം എന്താ വെച്ചാൽ പല സ്കൂൾ ഓഫ് തോട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പല സ്കൂൾ ഓഫ് തോട്ടുകൾ, അതായത് പലർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അന്വേഷിച്ച് കണ്ടെത്താനുള്ള അവസരം കൊടുത്തിട്ടുള്ള ഒരു ഭൂമിയാണ് ഭാരതം. അതുകൊണ്ട് നമ്മളുടെ അറിവ് ഇത് മാത്രം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഞാൻ ഈ പറയുന്നത് മാത്രമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാം? അതായത് ഈ നമ്മുടെ പിന്നെ 3 സ്കൂൾ ഓഫ് തോട്ടുകളാണ് എന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. 3 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അതായത് അതിലൊന്ന് മോക്ഷത്തെക്കുറിച്ച് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ശങ്കരാചാര്യരുടെ എന്താ പറയാ മായാവിശിഷ്ട അദ്വൈതം എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം നല്ല കേട്ടോ. ശങ്കരാചാര്യരുടെ മായാവിശിഷ്ട അദ്വൈതം, ആ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ആ സ്കൂൾ ഓഫ് തോട്ട്, അതില് ഈ മോക്ഷത്തെ കുറിച്ച് പറയുന്ന രീതിയുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കണം നല്ലതാണ്. അതിൽ മോക്ഷം പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ മായാവിശിഷ്ട അദ്വൈതത്തില് ശങ്കരാചാര്യർ പറയണത് എന്താ വെച്ചാൽ ഇവിടെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. കുറച്ച് കട്ടിയാണേ, എന്നോട് പൊറുക്കണേ. പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ആ പരമാത്മാവിനെ എന്ത് ചെയ്തു? അവിദ്യ വന്ന് ആവരണം ചെയ്തു. അപ്പോൾ പരമാത്മാവിനെ അവിദ്യ കൊണ്ട് ആവരണം ചെയ്തപ്പോൾ അത് ജീവാത്മാവാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അത് ജീവാത്മാവാണെന്ന് തെറ്റിദ്ധരിച്ചു. അപ്പൊ ഇനി എന്തേ ഉള്ളൂ? ഇവിടെ ജീവാത്മാവ് ഒന്നുമില്ല, ഇവിടെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ കാണുന്നില്ല? അവിദ്യന്റെ ആവരണം ഉണ്ട്. അവിദ്യന്റെ ആവരണം നീക്കിക്കഴിഞ്ഞാൽ എന്തായി? ജീവാത്മാ പരമാത്മാ സംയോജനം ഉണ്ടായി. അഥവാ അങ്ങനെ രണ്ടെണ്ണം ഇല്ല, ഒന്നേ ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അദ്വൈത സിദ്ധാന്തം എന്നത് പറയും. ഞാൻ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ഓരോ സ്കൂൾ ഓഫ് തോട്ട്സ് ഫോളോ ചെയ്യാട്ടോ. എന്റെ സ്കൂൾ ഓഫ് തോട്ട് ഇതാ, അല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്മാരെ എന്നെ പഠിപ്പിച്ചു കൊണ്ടുവന്ന സംഹിത ഇതാ. അതുകൊണ്ട് എനിക്കിഷ്ടം ശങ്കരാചാര്യരുടെ ഈ മായാവിശിഷ്ട അദ്വൈത സിദ്ധാന്തത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയി എൻ്റെ ആധ്യാത്മിക യാത്ര കൊണ്ടുപോകണമാണ് എനിക്കിഷ്ടം. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾക്കത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോ രണ്ടാമത്തത് എന്താണ്? ഗുണവിശിഷ്ട അദ്വൈതം. അത് രാമാനുജന്റെയാണ്, രാമാനുജരാചാര്യരാണ്. ഗുണവിശിഷ്ട അദ്വൈതം. അവിടെ എന്താണ്? അവിടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെ ഈ സചേതനം അചേതനം എന്ന 2 ശബ്ദത്തിലൂടെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. സചേതനം അചേതനം. ഈ സചേതനവും അചേതനവുമാണ് പരമാത്മാവിന്റെ ബോഡീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണവിശിഷ്ട അദ്വൈതത്തില് ജീവാത്മാവ് വേറെ ഉണ്ടാവും, പരമാത്മാവ് വേറെ ഉണ്ടാവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനാവോ? ദൈവം എനിക്ക് അറിയില്ല. ഈ ഓൺലൈൻ മീറ്റിംഗ് ആണ്, ഒന്നോട്ട് മനസ്സിലാവില്ല. ആളുകൾ തല കുലിക്കാനും അറിയില്ല, ആളുകൾ തല കുലിക്കാൻ ആൾക്കാരോട്ട് ഇല്ലേനും, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു ഊഹത്തിലാണ് ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നത്. ഒരു ഊഹമാണ്.
അപ്പൊ ആ 2-3 ആൾക്കാരുള്ളവരൊക്കെ ഇടയ്ക്ക് തല വിൽക്കണോണ്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ മനസ്സിലാവുണ്ടാവുന്നു. അപ്പൊ ഇത് കട്ടി എന്ന് പറഞ്ഞാൽ പെരുങ്കട്ടിയാണ്. അപ്പൊ ഇത് ഇങ്ങനെ പറയാൻ തന്നെ പണിയാണ്. അപ്പൊ പഠിക്കാൻ എത്ര പണി ഉണ്ടാവും എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ഗുണവിശിഷ്ട അദ്വൈതം ഈ രാമാനുജാചാര്യന് ഉണ്ടാക്കി വെച്ചപ്പോ അവിടെ ദ്വൈതമുണ്ട്, രണ്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ വിചാരിച്ചെന്താ ഭഗവാൻ വേറെ ഞാൻ വേറെ, ആ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗുണവിശിഷ്ട അദ്വൈതത്തിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിനെന്തൊക്കെ ഒരുപാട് കടമ്പുണ്ട്. അത് പിന്നെ മരണശേഷം വൈതരണി നദി കടന്ന് വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോൾ അവിടെ കാവൽക്കാരുണ്ടാവും. അവിടെ 4 അവസ്ഥയുണ്ട്: സായുജ്യം, സാമീപ്യം, സാലോക്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 4 ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി പറയാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം വരും. മാത്രമല്ല പറഞ്ഞ് മേലിൽ രാമായണം കേൾക്കാൻ ഞങ്ങളില്ല അറിയും. കാരണം ഈ ജഹാദി കുണ്ടാമണ്ടിയുള്ള വാക്കുകളൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊക്കെ കൂടി ആണ് ഈ ഗുണവിശിഷ്ട അദ്വൈതത്തില് ജീവാത്മാവ് പരമാത്മാവിൽ എത്തുന്നത്. അതാണ് അങ്ങനെ ഒരു മോക്ഷം. ഇനി അടുത്തത് മൂന്നാമത്തത് ശുദ്ധദ്വൈതമാണ്. അത് മധ്വാചാര്യരാണ്. ശുദ്ധദ്വൈതം, അതിൽ മോക്ഷം എന്ന് പറഞ്ഞ അവസ്ഥ ഇല്ല. കാരണം അവിടെ ജീവാത്മാവ് വേറെ പരമാത്മാവ് വേറെ, അവിടെ ദ്വൈതം തന്നെയാണ്. മൂപ്പരവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ ഇവിടെ ഇരുന്നോളി എന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോ മോക്ഷത്തെ നമ്മൾ നോക്കി പഠിക്കേണ്ടത് ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് തോട്ടിലൂടെ മാത്രം. അപ്പൊ ഞാനിവിടെ എനിക്ക് എന്റെ എന്താ പറയാ, ഞാൻ സഞ്ചരിക്കുന്ന പാതയല്ലേ എനിക്ക് പറയാൻ അർഹതയുള്ളൂ. അതുകൊണ്ട് ഞാൻ മായാവിശിഷ്ട അദ്വൈതം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ശങ്കര ഇതാണ് നമ്മുടെ വിഭാഗം എന്ന് പറയുന്നത്, ശങ്കര വിഭാഗം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് മോക്ഷത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അതുകൊണ്ടാണ് ഈ 2 മാർഗം ഞാൻ ഇവിടെ പറയാൻ കാരണം. അല്ലാണ്ട് തെറ്റിദ്ധരിക്കരുത്, ഈ 2 മാർഗ്ഗമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ജ്ഞാനമാർഗത്തിലൂടെ മാത്രം പോകുന്നവരുണ്ട്, പല മാർഗത്തിലൂടെ പോകുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇനി ന്യാസവിദ്യ എന്താന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം. എന്താണ്? ദ കംപ്ലീറ്റ് സറണ്ടർ ഓഫ് ദ ജീവാത്മ ടു ദ പരമാത്മ ഇൻ ദ പ്രസൻസ് ഓഫ് എ ഗുരു വിത്തൗട്ട് എനി കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് ന്യാസവിദ്യ. ഇപ്പൊ ന്യാസവിദ്യ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ജീവാത്മാവ് ഒരു കണ്ടീഷനും ഇല്ലാതെ പരമാത്മാവിന് മുമ്പിൽ തന്നെ സമർപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? ന്യാസവിദ്യ എന്ന് പറയാം, അഥവാ ശരണാഗതി എന്ന് പറയാം. അപ്പൊ ഈ ശരണാഗതിക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അധ്വാനം ഒന്നുമില്ല, ഒന്നും പഠിക്കും വേണ്ട. എന്തൊരു സുഖം! ഇപ്പൊ ഞാനൊക്കെ ഈ കാട്ടിക്കൂട്ടിയ വല്ല പരാക്രമത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്തൊക്കെ ഇപ്പൊ പറഞ്ഞു, 6 സമാധി, അതിന് ഇപ്പുറത്ത് കുറെ അപ്പുറത്ത് കുറെ കഥ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പുരാണം പഠിക്കണ്ട, ഒരു ശാസ്ത്രവും പഠിക്കണ്ട. അപ്പോ ഈ എന്താ പറയാ, ഈ ജ്ഞാനമാർഗത്തിലൂടെ ജ്ഞാനമാർഗത്തിലൂടെ ഈ എന്താ പറയാ ആത്മസാക്ഷാത്കാരം നേടാൻ പോകുന്ന ഈ ആൾക്കാരുടെയൊക്കെ അവസ്ഥ കേൾക്കണം നമുക്ക്. ഇതിനകത്ത് ഈ ഞാൻ പറഞ്ഞ പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അതേമാതിരി തന്നെയാണ് ഭാരതത്തില് 2 തരം ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദർശനങ്ങളും കൂടി ഒന്ന് പഠിക്കുന്നത് നല്ലതാട്ടോ. ദർശനങ്ങൾ പഠിക്കുക. എന്താ ഈ ദർശനം എന്ന് പറഞ്ഞാല്? ശരിക്ക് ഈ വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ ഈ ചില മഹർഷിമാര് ഗവേഷണ രൂപത്തിൽ പഠനം നടത്തിയതാണ് ദർശനങ്ങൾ. ശരിക്കും അത് റിസർച്ച് ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് ഭയങ്കര ഒതന്റിസിറ്റിയാണ്, ഭയങ്കര റിസർച്ചാണ്. അതിൽ കപില മഹർഷിയുടെ ഞാൻ പറയാം, ദർശനങ്ങൾ എല്ലാവർക്കും അറിയോ? എത്ര ദർശനം ഉണ്ട്, എന്തൊക്കെ എങ്ങനെയൊക്കെയാന്ന് ആർക്കെങ്കിലും അറിയോ? അറിയണവരുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. 1-2 ആൾക്ക് അറിയില്ലെങ്കിൽ ബാക്കി 1-2 ആൾക്കാർക്ക് വേണ്ടി മാത്രം പറയാം. 2 തരം ദർശനങ്ങളാണ് ഭാരതഭൂമിയിൽ ഉണ്ടായത്. ഇതെന്ന് പറഞ്ഞാൽ പ്യൂർലി റിസർച്ചാണ്, അത് ചില്ലറക്കാരൊന്നുമല്ല. അതിൽ 1 ആസ്തിക ദർശനവും 2 നാസ്തിക ദർശനവും. 2 തരം ദർശനം, ആസ്തിക ദർശനങ്ങളും നാസ്തിക ദർശനങ്ങളും. എന്താ ഈ ആസ്തിക ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേദത്തെ പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ള ശാസ്ത്രങ്ങൾ, വേദാന്ത ദർശനങ്ങളെയൊക്കെ അംഗീകരിച്ചു, പ്രമാണമായിട്ട് അംഗീകരിച്ചു. അപ്പൊ അവർക്കൊരു ഈശ്വര വിശ്വാസം ഉണ്ടാവും. അപ്പൊ അതിൽ ദൈവം എന്നൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവും. അതാണ് ആസ്തിക ദർശനം. അതിൽ 6 മഹർഷിമാരാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതിൽ 6 ദർശനങ്ങളാണ് ഉണ്ടായത്. ന്യായ ദർശനം, വൈശേഷിക ദർശനം, സാഖ്യ ദർശനം, യോഗ ദർശനം, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഒന്നുകൂടി പറയാം: ന്യായം, വൈശേഷികം, 3-മത്തത് സാഖ്യം, 4-മത്തത് യോഗം, 5-മത്തത് പൂർവമീമാംസ, 6-മത്തത് ഉത്തരമീമാംസ.
ഇത് ഓരോ മഹർഷിമാര്, കപിലൻ, ജൈമിനി, പതഞ്ജല മഹർഷി, ഗൗതമ മഹർഷി, ന്യായശാസ്ത്രം ഗൗതമനാണ്, പിന്നെ ന്യായശാസ്ത്രം ഗൗതമനാണ്, സാങ്ക്യം നമ്മുടെ കപില മഹർഷിയാണ്, പൂർവമീമാംസ ഉത്തരമീമാംസ വ്യാസനാണ്, യോഗ പാതഞ്ജല മഹർഷിയാണ്. ഒക്കെ പിന്നെ വിശദമായിട്ട് പറയാം. ഞാൻ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാം, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ 6 ദർശനങ്ങൾ, ഇത് മുഴുവൻ ആസ്തിക ദർശനങ്ങൾ. ഇതൊക്കെ ഭയങ്കര സ്പിരിച്വാലിറ്റിയുടെ ടോപ്പ് ആയിട്ടുള്ള കണ്ടെത്തലുകളാണ്, ഭയങ്കര കണ്ടെത്തലുകളാണ്. ഉത്തരമീമാംസ വേദാന്തം തന്നെയാണ്, ഉപനിഷത്ത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇനി അടുത്തത് നാസ്തിക ദർശനങ്ങളിൽ ഒന്നാണ് ചാർവാക ദർശനം. ചാർവാകന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈശ്വരനില്ല, ദൈവം എന്നൊക്കെ പറയുന്നത് പൊട്ടത്തരാണ്, അതൊന്നും ഇല്ല, ഈ കാണുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉള്ള നേരം നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് കിടന്നുറങ്ങുക, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ആര് പറഞ്ഞത്? ചാർവാകന്മാര് പറഞ്ഞു. ഇനി ഞങ്ങളോട് കാര്യം കേൾക്കണം. ശരിക്കും നമ്മൾ എവിടുന്ന് തുടങ്ങണം എന്നറിയോ? ചാർവാക ദർശനത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. ചാർവാക ദർശനത്തിന്റെ അടിസ്ഥാനം എന്താ? ഈ പ്രപഞ്ചമാണ് ശരി, ഇവിടെ ഉള്ളൊക്കെ ശരിയാ, നിങ്ങൾ ഇതൊക്കെ ഇല്ല എന്നൊക്കെ വെറുതെ പറയാ, മായ എന്നൊക്കെ വെറുതെ പറയാ, ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചത്തിൽ ആദ്യം ഒന്ന് ജീവിക്കാൻ പഠിക്കും. എങ്ങനെ പഠിക്കണം? നന്നായിട്ട് കിടന്നുറങ്ങണം. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, ഉമ്മക്കാർക്കെങ്കിലും മര്യാദയ്ക്ക് ഉറക്കമുണ്ടോ? എന്നെ കാണാൻ വരുന്നവരുടെ ഒക്കെ പരാതി അതാണ്, സുരേഷ് സാർ ഉറക്കല്ല. എന്തൊരു ജീവിതമാണെന്ന് ആലോചിച്ച് നോക്കും. മനുഷ്യന് ഉറക്കല്ലെങ്കിൽ എന്തൊരു കഥയാണ്. പിന്നെ ഒരു ഭക്ഷണം അങ്ങോട്ട് കഴിക്കാൻ വയ്യാന്ന് ഗ്യാസ് കേറിയിട്ട് നിങ്ങൾക്ക് കേൾക്കണം. അപ്പൊ നല്ലൊരു ഭക്ഷണം കഴിക്കാനും നമുക്ക് കഴിയണില്ല, നന്നായിട്ട് ഉറങ്ങാനും കഴിയണില്ല. എന്തൊരു മനുഷ്യനാണ് നമ്മള്. അപ്പൊ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് ഏതാ? ഞാൻ നിങ്ങളൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പറയാട്ടോ, അല്ലാണ്ട് ഞാൻ സുരേഷ് സാർ ഒന്ന് പിന്നെ നാസ്തിക ദർശനം പഠിപ്പിച്ചെന്ന് പറഞ്ഞേക്കരുത്. ഞാൻ ചോദിക്കുന്നത് ഈ നാസ്തിക ദർശനം വേണ്ടേ നമുക്ക്? അല്ലേ? പിന്നെ ഇവരുടെ ചാർവാകന്റെ സിദ്ധാന്തം ഒന്ന് മിനിമം അത് പഠിച്ചിട്ടൊന്ന് തുടങ്ങണ്ടേ? അപ്പൊ നമ്മൾ ആദ്യം ചാർവാകനെ പഠിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിച്ച് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി ശീലിക്കുക. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ആസ്തിക ദർശനങ്ങളൊക്കെ ഒന്ന് പഠിക്കണമെന്ന് ആലോചിക്കുക. അപ്പൊ ഒന്ന് സമയത്തിന്റെ കുറവുകൊണ്ട് പറഞ്ഞു നിർത്തുകയാണ്. ഒന്നെന്താണ്? ചാർവാക ദർശനം. അവർക്ക് ഈശ്വരനില്ല, ഈശ്വര വിശ്വാസമൊന്നും അവർക്കില്ല. അതിനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അതായത് യുക്തിവാദത്തെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. യുക്തിവാദം മോശാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഒരു സംശയമില്ല. അടുത്തത് ജൈന ദർശനം, ബുദ്ധ ദർശനം. ജൈന ദർശനം, ബുദ്ധ ദർശനം, 3 തരം നാസ്തിക ദർശനങ്ങളും 6 ആസ്തിക ദർശനങ്ങളോടും കൂടിയതാണ് സനാതന ധർമ്മത്തിന്റെ ഒരു എന്താ പറയുക റിസർച്ച് ഏരിയ. അപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ, ഇതില് പാതഞ്ജല യോഗ ദർശനത്തിലാണ് നമ്മൾ ഈ മോക്ഷത്തെ കുറിച്ച് പറയുന്നത്, ഈ സമാധിയെ കുറിച്ചൊക്കെ പറയുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് അത് അന്ന് ഞാൻ അങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കാനുള്ള കാരണം. ഇനി നമുക്ക് 10 മിനിറ്റ് കൂടി വേണ്ട ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ. അതായത് എന്താണ് നമ്മൾ ഈ പറഞ്ഞ ശരണാഗതി, അവിടെ എങ്ങനെയാണ് രാമായണം നമുക്ക് അത് ബോധ്യപ്പെടുത്തി തരുന്നത്. അതായത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ശരണാഗതിയിലൂടെ മാത്രം നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാം എന്നെങ്ങനെയാണ് രാമായണം കാണിച്ചു തരുന്നത്. അതാണല്ലോ ഇപ്പൊ നമ്മുടെ പ്രഭാഷണത്തിന്റെ ഒരു എന്താ പറയുക എസൻസ് എന്ന് പറയുന്നത്. അവിടെ വളരെ ക്ലിയർ ആണ്, രാമായണം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഒരു ശരണാഗതി ഉണ്ട്. ആരാണ്? ദേവതകള് മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി കൈലാസത്ത് പോയിട്ട് അവിടെ ശരണാഗതി അടയുന്നുണ്ട്. രാവണാദികളുടെ ദോഷം കൊണ്ട്, ദ്രോഹം കൊണ്ട് ഞങ്ങൾക്ക് ഭൂമിയിൽ പൊറുതി മുട്ടിയിരിക്കണു, ഞങ്ങൾക്ക് ഇനി ഇവിടെ ജീവിതം പറ്റില്ല, അതുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിക്കൊണ്ട് ഭഗവാനെ അവിടുന്ന് അവതരിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് സറണ്ടർ. ദേവതകൾ, സെലസ്റ്റിയൽസ് കംപ്ലീറ്റ് സറണ്ടർ അറ്റ് ദ ലോട്ടസ് ഫീറ്റ് അറ്റ് വൈകുണ്ഠം. അതാണ് അവിടെ ഭൂമിദേവിയാണ് അവിടെ ഗുരുവായിട്ട് കണ്ടത്. ഭൂമിദേവി ഒരു പശുവിന്റെ രൂപത്തിലാ പോയതെന്നാ പറഞ്ഞത്. അപ്പൊ അതിന് ഗുരുവിനെ സങ്കല്പിച്ചു, ഗുരു സാന്നിധ്യത്തിലാണ്. അത് സക്സസ്ഫുൾ ആയി, ആ ശരണാഗതി സക്സസ്ഫുൾ ആയി. അതുകൊണ്ടാണ് ഭഗവാൻ അവതരിച്ചത്. അതിന് ഫലം ഉണ്ടായി. നോക്കൂ, ഫലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്, മോക്ഷം ഫലാണ്.
പവൻ സാഹിബ്, പവൻ സാഹിബ്, ഞാന് മറ്റേ വലിയ വാച്ചാൻ പിള്ളേന്റെ കള്ളും കുപ്പിന്റെ അടിയിലുള്ള ആളുടെ പേര് പറഞ്ഞപ്പോ മൂപ്പർക്ക് ഏതെങ്കിലും ഒരെണ്ണം രൂപം ഓർമ്മ വന്നോ? കുയിലിനെറ്റ് ഓർമ്മ വന്നോ? പോട്ടെ, സാരില്ല. ഓക്കെ ഓക്കെ. സോ ഒന്നാമത്തെ ശരണാഗതി. ഇനി രണ്ടാമത്തെ ശരണാഗതി ആരാണ്, എവിടെയാണ്? പിന്നെ മുന്നോട്ട് വരുമ്പോ പിന്നെ നമ്മൾ കാണുന്ന ഒരു ശരണാഗതി എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷ്മണൻ രാമന്റെ മുമ്പിലാണ് കാട്ടിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട്. അടുത്തത് ആരുടെയാണ്? മാരീചന്റെ ശരണാഗതി. രാമന്റെ ബാണം വന്നപ്പോ രാമപാദത്തിൽ വന്നിട്ട് ഒരു ശരണാഗതി. അടുത്ത ശരണാഗതിയോ മുന്നോട്ട് പോകുമ്പോ നമുക്ക് പരാജയപ്പെട്ടൊരു ശരണാഗതി ഉണ്ട്. ദശരഥൻ പരശുരാമന്റെ മുമ്പിൽ ശരണാഗതി അടയുന്നുണ്ട്, പക്ഷെ അതിന് വിജയം ഉണ്ടായില്ല. എന്തുകൊണ്ടാ? പരശുരാമൻ പൂർണ്ണാവതാരമല്ലാത്തത് കൊണ്ട്. അപ്പോൾ ശരണാഗതി അടയണമെങ്കിൽ അത് ആരുടെ മുമ്പിലായിരിക്കണം? പരമാത്മാവിന്റെ മുമ്പിലായിരിക്കണം, അല്ലെങ്കിൽ വിജയിക്കില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ ശരണാഗതി അടയുമ്പോൾ ശ്രദ്ധിക്കണം, പരമാത്മസ്വരൂപത്തിന് മുമ്പിലാണ് ശരണാഗതി അടയേണ്ടത്, അപ്പോഴേ അത് വിജയിക്കുള്ളൂ. അടുത്തത് ജഡായു. രാമൻ ജഡായുനോട് എന്താ പറഞ്ഞത്? ജഡായു മോക്ഷം ഗച്ഛ എന്ന്. അപ്പൊ ജഡായു ഒന്നും പറഞ്ഞില്ലേ, എന്നാലാവുന്നതൊക്കെ ചെയ്തു രാമ, പക്ഷെ ഞാൻ അശക്തനായി, ഇനി എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ എന്ന വ്യക്തിയേ ഇല്ല രാമ, എല്ലാം അവിടുത്തെ പാദങ്ങളിൽ എന്ന് പറഞ്ഞ് രാമപാദങ്ങളിൽ അങ്ങോട്ട് കംപ്ലീറ്റ് സറണ്ടർ ആവുകയാണ്. നോക്കൂ, അവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജഡായു മോക്ഷം ഗച്ഛ, രാമന്റെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി. അപ്പോൾ അത്രമാത്രം ശരണാഗതിക്ക് മൂല്യമുണ്ട്. പിന്നെയോ വിഭീഷണന്റെ ശരണാഗതി. മുന്നോട്ട് പോകുമ്പോ വിഭീഷണൻ വന്നിട്ട് വീഴുന്നു. വിഭീഷണനല്ല, സുഗ്രീവന്റെ ശരണാഗതി വിജയിച്ചു. കാരണം രാമന്റെ മുമ്പിൽ ഒന്ന് അഭയം പ്രാപിക്കുക. അവിടെ ഞാൻ എന്ന ചിന്തയൊക്കെ പോയി. ഞാനെന്ന ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശരണാഗതി പറ്റില്ല. അത് കഴിഞ്ഞ വിഭീഷണന്റെ ശരണാഗതി. അങ്ങനെ ത്രൂ ഔട്ട് ഭരതന്റെ ശരണാഗതി. എവിടെ രാമായണത്തിലുടനീളം എല്ലാ വിജയങ്ങളും കാണിക്കുന്നത് ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി അടഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും തന്നെ ചിന്തിക്കാനില്ല എന്നുള്ളത്. അപ്പോൾ ആ ശരണാഗതി അതിലൂടെയാണ് ഈ കലിയുഗത്തിൽ ഒരു സാധകന് മോക്ഷത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് രാമായണം ഒരുപാട് കഥാപാത്രങ്ങളെ നിരത്തി അവരുടെ അനുഭവങ്ങളിലൂടെ നമ്മളെ തെളിയിച്ചു തരിക. അതാണ് രാമായണത്തിന്റെ മറ്റൊരു പ്രസക്തി. അതുകൊണ്ട് എന്താ വിളിക്കാന്നറിയാമോ? രാമായണത്തെ പഞ്ചമവേദം എന്ന് വിളിക്കും. ദ ഫിഫ്ത്ത് വേദ. ആൻഡ് ദ നെയിം ഓഫ് ദ വേദ ഈസ് ശരണാഗതി വേദ. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് രാമായണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ഫിഫ്ത്ത് വേദ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ശരണാഗതി വേദ. ശരണാഗതി വേദം എന്ന് പറയും. അത് ന്യാസവിദ്യയെ പ്രായോഗികമായി കാണിച്ചു തരുന്ന ഒരു ശാസ്ത്രമാണ്. 32 ബ്രഹ്മവിദ്യകളിൽ ഒരു വിദ്യയായ ന്യാസവിദ്യ അഥവാ ശരണാഗതിയെ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരിക. കഥ പറയല്ല, കാണിച്ചു തരിക. എങ്ങനെ ജഡായുവിന് മോക്ഷം കിട്ടി, എങ്ങനെ എല്ലാവർക്കും നോക്കൂ, ബാലിക്കാവട്ടെ അല്ലെങ്കിൽ എന്താ പറയാ രാക്ഷസനായ രാവണന് പോലും മോക്ഷം കിട്ടുന്നത് എങ്ങനെ? ശരണാഗതിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭഗവാന്റെ ജോലിയാണ്. ഇത്രയും കാലം താൻ ചെയ്തതൊന്നും തന്നെ പ്രശ്നമല്ല. തന്റെ കർമ്മങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ എന്താ പറയാ അഗ്നിക്കിരയായിരുന്നു. അതൊക്കെ ഭസ്മമായി പോയി. അപ്പൊ അത്ര പവറാണ് ഒരു ഈശ്വരൻ അവതാരം ചെയ്ത് വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഭക്തന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി. ഇനി നിങ്ങളൊക്കെ ഒന്ന് നോക്കൂ, 85 കൊല്ലം സ്വാമി നമ്മോട് എന്താ പറഞ്ഞത്? നിങ്ങളുടെയൊക്കെ ജന്മത്തിൽ ഈശ്വരനെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മോക്ഷസ്വരൂപന്മാരാവാൻ വേണ്ടി തന്നിരിക്കുന്ന അവസരം എത്ര പേര് ഉപയോഗിച്ചു? അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഞാൻ ഇനി സൂക്ഷ്മ സത്യസായി രൂപത്തിൽ നിങ്ങളോട് ഇനി സംസാരിക്കാനൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ ഇനി നിങ്ങളെ ആ തലത്തിലേക്ക്, മനസ്സിന്റെ സമാധി തലത്തിലേക്ക് നിങ്ങൾ ഉയർത്തലാണ് എൻ്റെ ജോലി. അത് ഉയർത്തുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഉയർത്തുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. നമ്മൾ ആരും അതിന് അതിർവരമ്പ് സൃഷ്ടിക്കണ്ട. പ്രേമസായി വന്നൊന്ന് പോയി നോക്കാനൊന്നും പോണ്ട. സത്യസായി ബാബ 96 കണക്കൂട്ടാനും നിൽക്കണ്ട. സ്വാമി പറയുന്നതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കൊന്നും ആയിട്ടില്ല. ഏതായാലും ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട്
ഈ ഉപായം പറഞ്ഞു, ഫലവും പറഞ്ഞു. അതായത് പ്രാപ്തുശ്ച ബ്രഹ്മണോ രൂപം പ്രാപ്തുശ്ച പ്രത്യഗാത്മനഃ പ്രാപ്തിരുപായം തഥാ ഫലം പ്രാപ്തി. ഇനി ഒന്നും കൂടിയേ പറയാനുള്ളൂ, അഞ്ചാമത്തത് പ്രാപ്തി വിരോധിച്ച. അതായത് ജീവാത്മാവിന് പരമാത്മാവിന് എത്താനുള്ള മാർഗം പറഞ്ഞു, എത്തിക്കഴിഞ്ഞാലുള്ള ഫലം പറഞ്ഞു. ഫലം എന്ന് പറയുന്നത് മോക്ഷമാണെന്ന് പറഞ്ഞു. മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ച ശേഷം കിട്ടുന്നതല്ല എന്ന് പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന മനസ്സിന്റെ സമാധി അവസ്ഥയാണ് മോക്ഷം എന്ന് പറഞ്ഞു. ആ സമാധി എങ്ങനെയാന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ ഒറ്റ കാര്യം കൂടി പഠിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തുന്നതിൽ തടസ്സമായി നിൽക്കുന്നത് ആര്? പ്രാപ്തി വിരോധിച്ച, തഥാ പ്രാപ്തി വിരോധിച്ച. എഴുതിക്കോളൂ, രണ്ടാൾക്കാർ. ഒന്ന് അഹങ്കാരവും മമകാരവും, ഞാനെന്ന ചിന്തയും എന്റേതെന്ന ചിന്തയും. ഇത് രണ്ടും ഉണ്ടായാൽ ഈ ജീവാത്മാവിന് പരമാത്മാവിന്റെ ഏഴരികത്തേക്ക് എത്താൻ പറ്റില്ല. അതും രാമായണം എണ്ണി എണ്ണി കാണിച്ചു തരുന്നു. എണ്ണി എണ്ണി കാണിച്ചു തരുന്നു. ഓരോ കഥാപാത്രങ്ങളിലും അത് കാണിച്ചു തരുന്നു. മമകാരം, മമകാരം എന്റെ എന്നുള്ള തോന്നല്. അഹങ്കാരം, മമകാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം, മമകാരം എന്ന് പറഞ്ഞാൽ എന്റെ എന്നുള്ള ഭാവം. അപ്പൊ ഞാനെന്നും എന്റേതെന്നുള്ള രണ്ട് ഭാവങ്ങൾ ഇല്ലാതാകുന്നതോടു കൂടി മാത്രമേ ജീവാത്മ പരമാത്മ ഐക്യമുണ്ടാവുകയുള്ളൂ. അവിടെയുള്ള ഒരു മനസ്സിന് മാത്രമേ, ഇപ്പൊ എന്റേതെന്ന് ചിന്ത ഉണ്ടായ സമാധി അവസ്ഥ ഉണ്ടാവില്ല. ഞാൻ എന്ന ചിന്ത വന്നാൽ പിന്നെ സമാധി അവസ്ഥ ഇല്ല. മനസ്സിന് സമചിത്തത നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ മനസ്സിന്റെ സമചിത്തത നഷ്ടപ്പെടുന്നത് ഞാനെന്നും എന്റേതെന്നുള്ള രണ്ട് ചിന്തകളിൽ നിന്നാണ്. അത് രണ്ടും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പ്രാപ്തി വിരോധി ഇല്ല. ഇങ്ങനെ ഒന്നുകൂടി പറയാം, പ്രാപ്തുശ്ച ബ്രഹ്മണോ രൂപം പ്രാപ്തുശ്ച പ്രത്യഗാത്മനഃ, അതായത് പരബ്രഹ്മസ്വരൂപം ജീവാത്മസ്വരൂപം, പ്രാപ്തുശ്ച ബ്രഹ്മണോ രൂപം പ്രാപ്തുശ്ച പ്രത്യഗാത്മനഃ തഥാ പ്രാപ്തിരുപായം പ്രാപ്തി, പ്രാപ്തിരുപായം ഫലം പ്രാപ്തി. അതിലേക്കുള്ള വഴി, ജീവാത്മാവിന് പരമാത്മാവിലേക്ക് എത്താനുള്ള വഴി, അത് രണ്ടെണ്ണം പറഞ്ഞു. അത് കഴിഞ്ഞാലോ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഫലം എന്താന്ന് പറഞ്ഞത് മോക്ഷമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ സമാധി അവസ്ഥയാണ്. അങ്ങനെ അതിലേക്കുള്ള തടസ്സം എന്ന് പറഞ്ഞാല് ഞാനെന്നും എന്റേതെന്നുള്ള ചിന്തകളാണ്. ഇത് രണ്ടും ഇല്ലാതെയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവന് സമാധി അവസ്ഥ ഉണ്ടാകുമെന്ന് അക്കമിട്ട് നിരത്തി ബോധ്യപ്പെടുത്തി തരുന്ന കൃത്യമായ ഒരു ആധ്യാത്മിക സഞ്ചാരപാതയാണ്, രാമന്റെ അയനമാണ് രാമായണം. ഇത്രയും നമുക്ക് പറഞ്ഞു തരുന്നതാണ് എന്താ ഒരു ഇതിഹാസ പുരാണങ്ങൾ, അല്ലെങ്കിൽ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇത് നമ്മളെ പഠിപ്പിക്കണമെന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞത്. ഇതിന്റെ ഫിലോസോഫിക്കൽ ആയിട്ടുള്ള കോണ്ടന്റ് എടുത്തിട്ടാണ് ഇത് പറഞ്ഞത്. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ 4 ആഴ്ചയിലൂടെ രാമായണത്തെ ഒന്ന് നന്നായി നോക്കിക്കാണാനും അതിന്റെ ക്രീം ഓഫ് ക്രീം കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന തത്വത്തെ ബോധ്യപ്പെടാനും അതുവഴി നമ്മുടെ നിത്യജീവിതത്തിൽ ഞാനിപ്പോ എവിടെ ഇരിക്കുന്നു, ഞാൻ എവിടെ എത്തണം എന്നുള്ളതും എന്റെ ജീവിത ലക്ഷ്യം എന്താന്നുള്ളൊരു ഏകദേശ ചിത്രം എല്ലാവർക്കും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ അറിവ് വളരെ വളരെ പരിമിതമാണ്. നിങ്ങളുടെയൊക്കെ എന്റെ പ്രായം വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അത്രയേ ഉള്ളൂ എനിക്ക്. അപ്പൊ അതിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ വീണ്ടും പറയണു, ഇരിക്കുന്നത് വ്യാസപീഠത്തിലായതുകൊണ്ട് അത് ഭഗവാൻ വേദവ്യാസൻ സംസാരിച്ചോളും. ഭഗവാൻ സത്യസായി ബാബയുടെ കാരുണ്യ കടാക്ഷമില്ലാതെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു വ്യാസപീഠത്തിലൊന്നും ഇരിക്കാൻ നമുക്കൊന്നും പറ്റില്ല. അത് ഭഗവാൻ തന്നെ സങ്കല്പിച്ചതാണ്. ഏതായാലും ഇത് മഹത്തരമായ ഒരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നു. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് നിങ്ങളെപ്പോലത്തെ ഓരോ ഭാഗവത ഉത്തമന്മാര് 4 ആഴ്ചയും മുടക്കം വരാതെ ഇതിരുന്നത് കേട്ട് എഴുതിയെടുത്ത് പഠിച്ച് മനസ്സിലാക്കി കൂടുതൽ അറിവ് തലങ്ങളിലേക്ക് ഉയരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ എന്നെപ്പോലത്തുള്ള ആളുകൾക്ക് ഇനി കൂടുതൽ പഠിക്കാൻ ഇതൊരു വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്നു. വളരെ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ പൂജാപുഷ്പമായിട്ട് സമർപ്പിക്കുന്നു. ഇന്നിനി യജ്ഞം കഴിഞ്ഞു, അപ്പൊ ദക്ഷിണ വെക്കേണ്ടതുണ്ട്. പേടിക്കണ്ട കേട്ടോ. ദക്ഷിണ എന്ന് പറഞ്ഞാൽ വാക്ക് ദക്ഷിണയാണ്. ഇതിനു വേണ്ടത് വാക്ക് ദക്ഷിണയാണ്. നിങ്ങളുടെയൊക്കെ നല്ല വാക്കുകളിലൂടെയാണ് ഇതിന്റെ ദക്ഷിണ സമർപ്പണം. അതും സ്വാമിയുടെ സംസാരത്തിന് ശേഷം എല്ലാവരുടെ ഒരു വാക്ക് ദക്ഷിണയും കൂടിയായിട്ട് നമുക്ക് ഈ യജ്ഞം അവസാനിപ്പിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എന്നെ അനുഗ്രഹിച്ചതിന് ഭഗവാനോടും ആനന്ദഗുരുവിനോടും നിങ്ങൾ ഓരോരുത്തരോടും
എന്റെ ആനന്ദം അറിയിച്ച് നിങ്ങളുടെ ഒക്കെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധി ആത്മനാവ പ്രകൃതി സ്വഭാവൻ കരോമി യദ്ദിൽ സകലം പരസ്മൈ സായി നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ വളരെ നന്ദി, സന്തോഷം സുരസാൻ. അങ്ങ് പകർന്നു തന്ന ഈ ജ്ഞാനത്തിന്റെ പ്രവാഹത്തിന് വീണ്ടും വീണ്ടും പ്രണാമം അർപ്പിക്കുകയാണ്. സുരേഷ് സാർ, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഈ നമ്മൾ സമാധി എന്ന് പറയുമ്പോഴേ, നമ്മൾ നിർവികൽപ്പ സമാധിയില് നമ്മൾ എത്തിക്കഴിയുമ്പോഴേ നമ്മൾക്കൊക്കെ ആ സമാധി അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മുടെ ശരീരം ആ ദഹിപ്പിക്കുന്ന ആ ചടങ്ങ് വേണ്ടി വരില്ലയോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചു. സമാധി എത്തിക്കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്ന ഒരു സിസ്റ്റം വരില്ല. അവിടെ ബീജം നശിച്ചിട്ടില്ല, അപ്പൊ പിന്നെ ദഹിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ ഒക്കെ ദേഹം അവിടെ ആ ഭസ്മത്തിൽ മൂടിയിട്ട് അവിടെ സമാധി ഇരുത്തിയത്. നമ്മുടെ ശാസ്ത്രപ്രകാരം ദഹിപ്പിക്കണം, പക്ഷെ ദഹിപ്പിക്കാൻ പറ്റില്ലല്ലോ, ബീജം നശിച്ചിട്ടില്ല. നമുക്ക് സംഭവിക്കുന്ന മരണമാണ്, അതുകൊണ്ടാണ് നമ്മളെ ദഹിപ്പിക്കുന്നത്. നമുക്ക് മരണം സംഭവിക്കുന്നതാണ് നമ്മളെ ദഹിപ്പിക്കുന്നത്, പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചുവിടുന്നത്. ഒരു സാധകനാണെങ്കിൽ നമുക്ക് ഒരു സാധനാനുഷ്ഠാനം നിരന്തരം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ സ്റ്റേജ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റുമെന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാരണം നമ്മുടെ ശാസ്ത്രങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാവർക്കും പ്രാപ്യമാണ് എന്ന്. ഇവിടെ നമുക്ക് പ്രാപ്യമല്ലാത്ത ഒന്നും തന്നെ നമ്മുടെ ശാസ്ത്രങ്ങൾ ഉപദേശിച്ചിട്ടില്ല. അതായത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ഒന്നും തന്നെ നമ്മുടെ ശാസ്ത്രം ഇവിടെ ഉപദേശിച്ചിട്ടില്ല. ഏതൊരാൾക്കും സാധ്യം. ഇനി ഞാനൊരു കാര്യം കൂടി ചേച്ചിയെടുത്ത് പറയാം. നിർവികൽപ്പം ഇല്ലെങ്കിലും നിർവിചാര സമാധി വരെ നമ്മളൊക്കെ പലപ്പോഴും പോകുന്നുണ്ട്. ചില ഇൻസിഡൻസിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് നമുക്കത് നിലനിർത്താൻ പറ്റണില്ല എന്നേ ഉള്ളൂ. അതൊന്ന് അതിന്റെ ജ്ഞാനത്തിന്റെ ഒരു കുറവാണ്. ഇനി ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇന്ന് മുതൽക്ക് എന്നെ ഇത്രയേറെ ശ്രദ്ധിച്ച അങ്ങേ പോലുള്ള ആളുകളിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ പോലും അറിയാത്ത ചില മാറ്റങ്ങൾ ഉണ്ടാവും. അതിന്റെ എന്താ മാറ്റം എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. അതായത് ഈ നിർവിചാര സമാധി ചില സമയത്തുണ്ടാവും, വിചാരങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളിതൊന്നും ബാധിക്കണില്ലെന്നൊരു തോന്നൽ. ഇന്നലെ വരെ തന്നെ ബാധിച്ച പല വികാരങ്ങൾ ഇന്ന് തന്നെ ബാധിക്കുന്നില്ല, അതവിടെ ഉണ്ട്. ആ ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കുക. എഴുതി വെച്ചോളൂ. പക്ഷെ നമുക്കത് നിലനിർത്താൻ കാരണം നമ്മുടെ ജീവിതചര്യ അതിനനുസരിച്ച് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ല. അതാണ് സാധ്യം 100%. അങ്ങേ പോലുള്ള മഹാത്മാക്കള് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു ക്ലാസ് വന്നുകൊണ്ട് ഞങ്ങളെ ആ ഉയരത്തിലേക്ക് എത്തിക്കാൻ ഒരു എഫർട്ട് എന്ന് പറയുന്നത് അതൊരു വലിയ എഫർട്ട് തന്നെയാണ്. അപ്പോഴേ അതില് ഞങ്ങൾ കൃതാർത്ഥതയുള്ളവരാണ്. മാത്രമല്ല നിരന്തരം ഇതുപോലെയുള്ള ക്ലാസ്സുകള് സാറിന്റെ വെക്കണമെന്നൊരാഗ്രഹമുണ്ട്. ആഴ്ചയിൽ ഒരിക്കല് ഈ അറിവൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ജീവിതയാത്രയില് നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ ഇത് പര്യാപ്തമാവുകയാണെങ്കിൽ അതൊരു വലിയൊരു നന്മയും ഉപകാരമായിരിക്കും സാർ ചെയ്യുന്നത്. അതിനൊന്നുള്ളൊരു പ്രാപ്തി എനിക്കായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങേ പോലെ ഒരു നല്ല ജിജ്ഞാസുവാണ്, അല്ലെങ്കിൽ ഒരു മുമുക്ഷുവാണ്. ഈ നന്നായിട്ട് പണ്ട് പഠിച്ചതും ഒക്കെ ഓർക്കാണ്. ഇപ്പൊ സ്മൃതിയാണ് നടക്കുന്നത്. പുതിയതായിട്ട് വായനകളൊന്നുമില്ല. പണ്ട് പഠിച്ചത് ഇങ്ങനെ ഓർത്തെടുക്കുക. അപ്പൊ അതുകൊണ്ട് ഈ പ്രഭാഷണത്തിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള സത്സംഗത്തിനൊരു ഗുണം കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ശ്രവണയജ്ഞം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ഒരു ദിവസം നോക്കൂ, എന്തെല്ലാം ശാസ്ത്രങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റി. പാതഞ്ജല യോഗസൂത്രത്തിലെ അഷ്ടാംഗ യോഗത്തിലെ അഷ്ടമമായ യോഗത്തെ ഇൻ ഡെപ്ത് പഠിച്ചു. ദർശനങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ, മീമാംസകളിലൂടെ കടന്നുപോയി നമ്മൾ. അപ്പൊ ഒരു പ്രഭാഷണത്തിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഞാനൊരു വിഷയം സംസാരിക്കണമെങ്കിൽ മിനിമം ഒരു 10-20 ഗ്രന്ഥങ്ങളിലൂടെയെങ്കിലും ഞാൻ കടന്നു പോകും.
ഒരു 20 ഗ്രന്ഥങ്ങളെങ്കിലും മിനിമം ഞാൻ കടന്നു പോയിട്ടുണ്ട്, പേര് പറയില്ല എന്ന് മാത്രം. അപ്പൊ അതാണ് എല്ലാം കൂടി ക്രോഡീകരിച്ചൊരു അറിവ് കിട്ടും ഒരു പ്രഭാഷണത്തിൽ എന്നൊരു ഗുണമുണ്ട്. എന്തായാലും എന്നാലാവുന്നത് സ്വാമി എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു അത്രയേ ഉള്ളൂ. സ്വാമിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഭഗവാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു അത് ചെയ്യാൻ പരിപൂർണമായിട്ടും ആ ഭഗവത് പാദങ്ങളിൽ നമ്മളുണ്ട്.